മീമോടെ തുടങ്ങും മദീന മശ്ഹൂർ ബലദ് അമീന മിസ്കിൻ്റെ മമ്പൾ സ്ഥാന മിസ്ബാഹ് നൂർ നബീന മീമോടെ തുടങ്ങും മദീന മശ്ഹൂർ ബലദ് അമീന മിസ്കിൻ്റെ മമ്പൾ സ്ഥാന മിസ്ബാഹ് നൂർ നബീന മനം ഖുബത്തുൽ ഖൽറാ മഹബൂബിൻ്റെ മസാറാ മനം ഖുബത്തുൽ ഖൽറാ മഹബൂബിൻ്റെ മസാറാ കാനാൻ മുനവ്വറാ കരയുന്നൊരു ഫഖീറാ കാനാൻ മുനവ്വറാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولسوف يعطيك ربك فترضى صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, അഭിവന്യരായ ഉസ്താദുമാർ, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്ന മുത്ത് മുഅ്മിനീങ്ങൾ, സ്വാഗതത്തിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ രണ്ട് ഖുതുബയും ജുമുഅയും ഒക്കെ ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം നടക്കും. അതിൻ്റെ മുമ്പ് അതിലേക്കുള്ള അറിയിപ്പ് എന്ന രീതിയിൽ മഹാശിറവിളി മാത്രം നടത്തി തൽക്കാലം ഇൻഷാ അല്ലാഹ് ഞാൻ ബുദ്ധിമുട്ട് ഒഴിവാക്കും. നമ്മൾ മുഴുവനും ഒരുമിച്ച് കൂടിയത് ആശിഖുർ റസൂൽ കൊണ്ടൂർ ഉസ്താദ് അല്ലാഹുവിൻ്റെ ദറജ ഉയർത്തിക്കുമാറാട്ടെ. നാളെ സുഖലോകസത്തിൽ അവരിൽ നമ്മയും അല്ലാഹുവിനെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഹാലറത്തിലാണ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ മഹബത്ത് വെക്കുക, ഇഷ്ക് വെക്കുക എന്ന് പറയുന്നത് ഒരാളുടെ പരലോക വിജയത്തിന് അത്യാവശ്യമാണ് എന്ന് മാത്രമല്ല, ഒരാളെ മുസ്ലിമായി അംഗീകരിക്കണമെങ്കിൽ തന്നെ ഉള്ളിൽ കാര്യം വെക്കുന്നതോടൊപ്പം പുറത്തേക്ക് തുറന്ന് പ്രകടിപ്പിക്കുകയും കൂടെ വേണമെന്നാണ് ഇസ്ലാമിൻ്റെ ബാലപാഠം. ആ ഇഷ്ക് വെക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഹബീബായ നബി തങ്ങളെ വില കുറച്ച് കാണിക്കുമ്പോൾ അതിനെതിരെ രോഷവും പ്രതിഷേധവുമൊക്കെ പൊങ്ങി വരിക എന്നത് സ്വാഭാവികവുമാണ്. അമുസ്ലിമായ ഒരു വ്യക്തി മുസ്ലിമായി അയാളെ അംഗീകരിക്കപ്പെടണമെങ്കിൽ ഭൗതിക ലോകത്തെ കടലാസിലും റിക്കാർഡിലും പേപ്പറിലുമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരം ലഭിക്കണമെങ്കിൽ ആദ്യമായി അവൻ ചെയ്യേണ്ട കർമ്മം 5 നേരത്തെ നിസ്കാരമോ അല്ലെങ്കിൽ സകാത്തോ ഹജ്ജോ നോമ്പോ ഒന്നും അല്ല. ആദ്യമായി അവൻ ചെയ്യേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാളുടെ നിർബന്ധിക്കൽ ഒന്നും തന്നെ ഇല്ലാതെ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ രൂഢമൂലമായി കിടക്കുന്ന ഒരാശയം ഞാനത് തുറന്നു പറയുന്നു എന്ന് പ്രഖ്യാപിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ പ്രപഞ്ചത്തെയും എന്നെയും പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളെയും സൃഷ്ടിക്കാൻ അതിന് സൃഷ്ടാവായ അള്ളാഹു അവൻ്റെ മഹത്വത്തെ പുകഴ്ത്തി ആരാധനക്ക് അർഹതയുള്ളവൻ അവൻ മാത്രമാണ് എന്ന ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ മദ്ഹ് മനസ്സിലുള്ളത് തുറന്ന് പറയുന്നതാണ് കലിമ ഷഹാദയുടെ ഫസ്റ്റ് പാർട്ട്. ഉടനെ അത് കഴിഞ്ഞ ശേഷം അടുത്ത് ചെയ്യാൻ പോകുന്നത് 5 നേരത്തെ നിസ്കാരമല്ല, നോമ്പല്ല, സക്കാത്തല്ല, വളരെ പ്രധാനപ്പെട്ട ആ കലിമയുടെ സെക്കൻഡ് പാർട്ടാണ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ ഏകനായ പടച്ച തമ്പുരാനിലേക്ക് എന്നെ അടുപ്പിച്ചു തന്ന
എനിക്ക് അള്ളാഹുവിനെ പരിചയമില്ല, അള്ളാഹുവിനെ അറിയുകയില്ല, അള്ളാഹുവിന്റെ സിഫത്തുകൾ നിശ്ചയമല്ല. എന്നാൽ ആ അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്തി തന്ന് സിഫത്തുകൾ പഠിപ്പിച്ചു തന്ന് ഈ അള്ളാഹുവാകുന്ന സൃഷ്ടാവിലേക്ക്, ഞാൻ അള്ളാഹുവാകുന്ന സൃഷ്ടാവിലേക്ക്, നാഥനിലേക്ക് എന്നെ അടുപ്പിച്ചു തന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നിബിത്തങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു, നിബിത്തങ്ങളുടെ മഹത്വത്തെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. എങ്കിൽ ഏകനായ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തിയ ഉടനെ മുസ്ലിമാകണമെങ്കിൽ തന്നെ അവരിലേക്ക് അടുപ്പിക്കുന്ന റസൂലുള്ളാഹി തങ്ങളെ മഹബത്ത്, ഇഷ്ക് അത് ഉള്ളിൽ വെച്ചാൽ പോരാ, പുറമെ പറയണം. പുറമെ പറഞ്ഞാൽ പോരാ, അത് ഉള്ളിലും വേണം. അങ്ങനെ ഉള്ളിൽ ഉള്ളത് പുറമെ പറയുന്നു എന്ന അർത്ഥം അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നത് എങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നബുവത്ത് കിട്ടിയ ശേഷം, പ്രവാചകത്വം ഒഫീഷ്യലായി ഔദ്യോഗികമായി ലഭിച്ചതിന് ശേഷം ആദ്യമായി ചെല്ലുന്നത് പ്രിയപ്പെട്ട ഭാര്യ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ സവിധത്തിലേക്കാണ്. ഈ ഉത്തരവാദിത്ത ഭാരമോർത്ത് വിറച്ച് പനി പിടിച്ച് ചെല്ലുന്ന റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പരിഹാരം എന്നോണം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് അതിനൊരു പരിഹാരമായി, ട്രീറ്റ്മെന്റായി, സൊല്യൂഷനായി ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ വാഴ്ത്തലും പുകഴ്ത്തലുമാണ്. കല്ലാ ലാ യുഖ്സികല്ലാഹു അബദാ ഇന്നക ലതഹമിലുൽ കല്ല വതകറു ലൈഫ വതക്സിബുൽ മാദൂമ. നല്ല നമ്പർ 1 ബർസഞ്ചി മൗലൂദ് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഓതുക. റസൂലുള്ളാഹി തആല മുഖത്ത് നോക്കി ഹബീബായ നബിത്തങ്ങൾ അതുവരെ ചെയ്ത ഗുണങ്ങളും ഫലങ്ങളും അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും എല്ലാം തുറന്നു വെച്ച് പ്രിയപ്പെട്ട ഭാര്യ പറയുന്നത് കല്ലാ ലാ യുഖ്സികല്ലാഹു അബദാ. ആ ഗുണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന അവിടത്തെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹു ഒരിക്കലും കൈവടിയില്ല. ഈ നല്ല നമ്പർ 1 മദ്ഹ് അല്ലെങ്കിൽ മൗലിദ് അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ഖദീജ ബീവി ഓതുകയാണ്. ചെറിയൊരു കാര്യം ഇടയിൽ പറയുന്നത്, സത്യത്തിൽ ഈ മദ്ഹ് പറയലും പ്രകീർത്തനം നടത്തലും അള്ളാഹു അംഗീകരിച്ച ആളുകൾ അംഗീകാരം വാഴ്ത്തലും പുകഴ്ത്തലും അത് വിളിച്ചു പറയലും അതൊക്കെ തെറ്റാണ്, കുറ്റമാണ് എങ്കിൽ അവിടെ വെച്ച് റസൂലുള്ളാഹി തആല പറയണം, പുത്തരി തന്നെ കല്ല് കടിച്ചാഞ്ഞല്ലോ. ഞാൻ ഇതുവരെ പ്രവാചകത്തിൽ ഔദ്യോഗികമായി ലഭിച്ച് ആദ്യമായി എന്റെ മുമ്പിലേക്കാണ് വരുന്നത്. ഇവിടെ വെച്ച് തന്നെ മൗലിദ് ഓതിയിട്ടപ്പോ എന്നെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഷട്ടപ്യൂർ മൗത്ത് വാ എന്ന് പൂട്ടണം, ഞാൻ ആളുകളൊക്കെ നന്നാക്കി എടുക്കട്ടെ എന്ന് പറയുന്നതിന് പകരം ഹബീബ് അത് സമ്മതിച്ചു എന്ന് മാത്രമല്ല, ആ പ്രവാചകത്വം ലഭിച്ച് മതപ്രബോധനത്തിന് യോജിച്ച മണ്ണല്ലാതെ എന്ന് അപ്പോ മനസ്സിലാക്കി നേരെ ചെന്നത് മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ചെല്ലുമ്പോ ആ സനിയാത്തുൽ വദാഇലൂടെ ചെല്ലുന്ന സമയത്ത് ആദ്യമായി റസൂലുള്ളാഹിനെ സ്വീകരിക്കുന്നത് ആബാലവൃദ്ധം ജനങ്ങളും ദഫ് മുട്ടിയിട്ട് ത്വാലൽ ബദ്റു അലൈനാ മിൻ സനിയാത്തുൽ വദാ വജബ ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദാൾ. ദഫ് മുട്ടിയിട്ടുള്ള മൗലിദാണ്. പൊന്നാര കൂട്ടുകാരെ, പടപേളിച്ച് പന്തളെത്തി എന്നപ്പം പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞതുപോലെ ശിർക്കും ഖുറാഫാത്തും അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ മക്കത്തെ കൊടി കുത്തി വേണപ്പോ അതില്ലാതെയാക്കാൻ അല്ലാഹു എന്ന് തീരുമാനിച്ചതാണ്. അതൊന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ മദീനത്ത് വന്ന് നോക്കുമ്പോ പണ്ട് അൽവിക്കുട്ടിയൊക്കെ പറഞ്ഞതുപോലെ ചാമ തിന്ന് മടുത്ത് ഭാര്യ വീട്ടിൽ വിരുന്നു വെക്കാൻ അവിടെ ചാമ പുത്തിരിയാണ് എന്നുക. ഇതേപോലെ ഞാൻ ഈ ഖുറാഫാത്തും അന്ധവിശ്വാസമൊക്കെ കണ്ട് മടുത്ത് അതിനെതിരെ ശബ്ദിക്കാൻ വേണ്ടി വന്നപ്പോ മദീനയിൽ സ്വീകരിക്കുന്നതന്നെ ഖുറാഫാത്ത് കൊണ്ടാണ്. ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള തബൂക്കിലെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ, മക്കം ഫത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ പ്രധാന യാത്രകളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷ സന്താപ ഘട്ടങ്ങളിലൊക്കെ പുകഴ്ത്തലും പ്രകീർത്തിക്കലും ചെയ്തത് സ്വഹാബത്താണെങ്കിലും അത് അംഗീകരിച്ചു കൊടുത്തതും പ്രോത്സാഹിപ്പിച്ചതും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം ഹബീബിനെ പുകഴ്ത്തുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു കർമ്മമാണ്.
അതുകൊണ്ടാണ് ഇവിടെ മഗ്‌രിബിന് ശേഷമാണ് ഔദ്യോഗിക പരിപാടികളൊക്കെ നടക്കുന്നത്. എന്നാലും നമ്മൾ ശൈത്താനിയത്ത് ഇല്ലാതെയാക്കലും വിദേഹത്തിനെ ചെറുക്കലും ഒക്കെ വെറും പറച്ചിലൂടെ മാത്രമല്ല, പ്രാക്ടിക്കലിലൂടെയും കൂടെയാണ്. മരുന്ന് കഴിക്കുന്നതോടൊപ്പം പഥ്യം കൂടെ പാലിക്കുമ്പോഴാണല്ലോ രോഗം പൂർണ്ണമായി അപ്രത്യക്ഷമാവുക. അപ്പൊ അതുകൊണ്ട് മഹാന്മാരെ പുകഴ്ത്തിപ്പറൽ, പ്രത്യേകിച്ചും അത് കുണ്ടൂർ ഉസ്താദ് ഹദറത്തിൽ വെച്ചാകുമ്പോഴോ പഞ്ചസാരക്കുന്നുമ്മ തേൻമഴ പെയ്തു എന്ന് പറഞ്ഞതുപോലെ പഞ്ചാരക്കുന്നിനെ മധുരാണ്, പെയ്ത മഴ തേനിൻ്റെതും കൂടി ആയാലോ ഒറിജിനൽ ഇരട്ടി മധുരം. നമ്മൾ കേൾക്കുന്ന ഇരട്ടി മധുരം അല്ല, ഒറിജിനൽ ഇരട്ടി മധുരം, മറ്റേ ചവർപ്പാണ്. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ രീതിയിൽ ആശിഖ് റസൂലായ കുണ്ടൂർ ഉസ്താദ് അല്ലാതെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവരെ ഹദറത്തിൽ ഒരുമിച്ച് കൂടി നമ്മുടെ പണ്ഡിതന്മാരുടെ മഹത്വം പറയാൻ. എന്തേ ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്ന പാന്താവും മാർഗവും അങ്ങനെ തന്നെ പിൻപറ്റി ചെയ്യുമ്പോ അൽഹംദുലില്ലാഹ് ആ പുകഴ്ത്തലും വാഴ്ത്തലും അംഗീകാരവും ഒക്കെ സമൂഹത്തിൽ തന്നെ ലഭിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ ഓർത്തു പോകുന്നു കാടാമ്പുഴ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഞാൻ പരിപാടിക്ക് വേണ്ടി കേരള യാത്രയുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോ ഇടതുപക്ഷത്തിന്റെ ഒരാൾ പ്രസംഗിച്ചു. കുറച്ചു നേരം അങ്ങനെ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, കാന്തപുരം ഉസ്താദിന്റെ മഹത്വം പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് പറയാൻ പ്രസംഗം നിർത്തി. ഉടനെ പിന്നെ വലതുപക്ഷത്തിലെ ഒരു അമുസ്ലിമായ നേതാവ് അദ്ദേഹം കയറി നിന്നിട്ട് പറഞ്ഞു, കാന്തപുരം ഉസ്താദിന്റെ പ്രകീർത്തനം പറയരുത് എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ഇതൊക്കെയല്ലേ പറയേണ്ടത്? കാരണം ഈ നടത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും യാത്രകളും ഒക്കെ ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാർ നടത്തുകയാണെങ്കിൽ പലപ്പോഴും നടത്താറുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ പിന്നിൽ ചില അജണ്ടകളും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണത്തിന് ചില യാത്രകളൊക്കെ പറഞ്ഞു. ആ യാത്ര ഞങ്ങളുടെ പാർട്ടി നടത്തുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അടുത്ത 5 വർഷം കൂടെ ഞങ്ങൾക്ക് തന്നെ ഭരിക്കണമെന്ന ലക്ഷ്യം. അതേസമയം എൻ്റെ മാന്യ സുഹൃത്ത് നേരത്തെ പ്രസംഗിച്ചാലോ അദ്ദേഹത്തിന്റെ പാർട്ടി യാത്ര നടത്തുമ്പോൾ അവരുടെ ഉദ്ദേശം അടുത്ത 5 കൊല്ലത്തേക്ക് ഞങ്ങളെ നിയമസഭ കാണിക്കാനേ പാടില്ല എന്നാണ്. ആ രീതിയിൽ ഭൗതികമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഞങ്ങളെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അജണ്ടയുമില്ലെന്ന് മാത്രമല്ല, നിയമസഭയോ പാർലമെന്റോ അധികാരം ചോദിച്ചു വാങ്ങുന്നില്ലെന്ന് മാത്രമല്ല, ഉസ്താദ് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നാൽ നാട്ടിൽ നടക്കുന്ന ഈ കള്ളുകുടിയും തെമ്മാടിത്തവും കൊലപാതകങ്ങളെ കുറിച്ചൊന്നും ഉസ്താദിനോട് ഒരാളും ചോദിക്കൂല. അത് പിന്നെയും ഭൗതിക പ്രവർത്തകരായ ഞങ്ങളോടാ ചോദിക്കുക. എന്നാലും ഭൗതിക ലക്ഷ്യം തീരെയില്ലാതെ യാത്രകൾ നടത്തിയെടുത്ത ഉസ്താദ് ഈ നാടിന്റെ അന്തരീക്ഷം കണ്ട് ഒരു വോട്ട് പോലും ചോദിക്കാതെ ആത്മാർത്ഥമായിട്ട് ഈ പരിപാടി നടത്തുമ്പോൾ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ അതെങ്ങനെ മുഖസ്തുതിയാകും? അത് പറയേണ്ടതല്ലേ ഉസ്താദ്? സ്റ്റേജിൽ ഇരിക്കണം എന്നെ നോക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു എന്റെ ത്വരിക്കത്ത് തന്നെയെന്ന് പറഞ്ഞു. പിന്നെ ഒരു കുറച്ച് പ്രസംഗിക്കുകയും ചെയ്ത്. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ഹബീബ് കാണിച്ചു തന്ന അതേ റൂട്ടിലൂടെ അതേ സുന്നത്തിലൂടെ ആളുകളെ നയിക്കുമ്പോൾ അവിടുത്തെ ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ക് വെക്കുമ്പോ അംഗീകാരം സ്വാഭാവികമാണ്. ഇഷ്ക് അല്ലെങ്കിൽ മഹബത്ത് എന്ന് പറയുമ്പം അത് വെറും ഇത്തിബാ അല്ല. ചില ആളുകൾ ഇപ്പൊ പറയുന്നത് അങ്ങനെയൊക്കെയാണ്. നബി തങ്ങളോട് മഹബത്ത് ഉണ്ട്, ഇഷ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നബി ചെയ്തതുപോലെ ചെയ്യലാം, നബി പറഞ്ഞതുപോലെ കേൾക്കലാണ്, അല്ലാതെ പാടലും പ്രകീർത്തിക്കലും അല്ല. അത് വിഡിത്താണ്. മഹബത്ത് വേറെ, ഇതാഴത്ത് വേറെ. ഇതാഴത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രതിയെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ലോക്കപ്പിലിട്ടതിന് ശേഷം ഒന്ന് കുനിയെന്ന് പറയുമ്പം ഓൻ കുനിഞ്ഞു കൊടുക്കും. അത് മഹബത്തല്ല, ഇതാഴത്ത. എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഈ പോലീസുകാരൻ പറയുമ്പോൾ അംഗീകരിച്ചുകൊണ്ട് പറയുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നത് ഗുരുത്തം കൊണ്ട് പുറത്തേക്കാണ് കാണിച്ചാൽ കിട്ടിയ ആൻസർ ഒരു ഉള്ളിലുണ്ടാകും. പക്ഷെ അവിടെ ഇതാഴത്ത് ചെയ്യാൻ മഹബത്തല്ല. അതേസമയം ഒരു കൊച്ചുകുട്ടി, ആ കുട്ടി ഇങ്ങനെ കരഞ്ഞ് വാശി പിടിച്ച് മുലപ്പാൽ വേണോ എന്ന് പറയുമ്പോ ആ ഉമ്മ മിൽക്ക് ബൂത്തിന്റെ കുഴൽ ഫിറ്റാക്കി കൊടുക്കുന്നത് അത് ഇതാഴത്തല്ല, അത് മഹബത്താണ്. ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇങ്ങനെ മഹബത്ത് വേറെ, ഇതാഴത്ത് വേറെ. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഉണ്ട്. നമുക്കും ഇൻഷാ അല്ലാഹ് സുന്നികളെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഉണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്രത്തോളം ഒരു ചെറിയ സംഭവം ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീന ഭരിക്കുന്ന കാലം വെള്ളിയാഴ്ച കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിലേക്ക് ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന വഴിയിലാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുകളിൽ നിന്ന്
വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പാത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് PVC പൈപ്പും മറ്റുമൊക്കെയാണ്. പഴയ സിലബസ് പ്രകാരം എന്തെങ്കിലും മരമൊക്കെ എടുത്ത് ചാലാക്കിയിട്ട് അങ്ങനെ വെക്കുന്ന സംവിധാനമാണ്. ഏതായിരുന്നാലും ശരി, ആ വെച്ചിരിക്കുന്ന ആ പാത്തിയിലൂടെ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകിയ വെള്ളം, ചരിത്രത്തിൽ പറയുന്നത് ആടിനെ അർത്തിരുന്നു. ഈ ആട്ടിറച്ചി കഴുകിയ രക്തം, ആ രക്തം ഈ വേസ്റ്റ് കോയിലിലൂടെ പുറത്തേക്ക് ഇങ്ങോട്ട് പോരുകയാണ്. സത്യത്തിൽ അതിലൂടെ ഉമർ റളിയല്ലാഹു തആല നടന്നു പോകുമ്പോ ആ രക്തം വീണ് ഉമർ റളിയല്ലാഹു തആലാന്റെ ഡ്രസ് നജസായി. ഇത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ഇന്നത്തെ പോലെ കൂടുതൽ സംവിധാനങ്ങളും ഡ്രസ്സുകളും ഉണ്ടാകുന്ന കാറുമല്ലല്ലോ. പള്ളിയിലേക്ക് നേരത്തെ തന്നെ വരുന്നതാണ്. നേരെ വീട്ടിൽ ചെന്നു നോക്കുമ്പോൾ അവിടെ ആളില്ല. കാരണം അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണായതുകൊണ്ട് പള്ളി പോയതാണ്. പെണ്ണുങ്ങളെ പള്ളി പോയ സ്വഭാവം സ്വഹാബത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ ഭാര്യ ബാക്കിയായതുമാണ്. ഏതായിരുന്നാലും ശരി, ചെന്ന് നന്നായി പറഞ്ഞു, വഴിയിലേക്ക് ഇങ്ങനെ പാത്തിയിട്ടാൽ ആളുകൾക്ക് വിഷമാകൂലേ, ഇത് ഉടനെ എടുത്തു മാറ്റണം. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ അത് എടുത്തു മാറ്റാൻ ആവശ്യപ്പെടുകയും അങ്ങനെ കഷ്ടപ്പെട്ട് ആ ഒട്ടിച്ചു വെച്ച ഫിറ്റാക്കി വെച്ച ആ പൈപ്പ് അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഭാര്യ കഷ്ടപ്പെട്ടുകൊണ്ടത് വേറിട്ട് വെക്കുകയാണ്. ജുമയൊക്കെ കഴിഞ്ഞ് അബ്ബാസ് റളിയല്ലാഹു തിരിച്ചെത്തിയപ്പോ കരഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നത്, ഞാൻ വല്ലാത്തൊരു പെടലാണ് പെട്ടത്. എന്തേ, ഞാൻ ഇറച്ചി കഴുകി, ആ വെള്ളം പതിവ് പോലെ ഞാൻ വേസ്റ്റ് വാട്ടർ അത് പതിവ് പോലെ അതിന്റെ വേസ്റ്റ് കോയിലിലൂടെ കിട്ടും. അത് ഉമർ റളിയല്ലാഹുവിന്റെ ശരീരത്തിലായി. എന്നെ അടിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ആ രീതിയിലൊക്കെ ശകാരിച്ചു. കാരണം വഴിയിലേക്കാണ് ഈ കോയിൽ വെച്ചിരിക്കുന്നത്, ഉടനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഒരപ്പീലുമില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു പറയുന്നത്, മദീനയുടെ പ്രൈം മിനിസ്റ്ററാണ്, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി അതെടുത്ത് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഉടനെ അബ്ബാസ് റളിയല്ലാഹു തആലയുടെ പ്രതികരണം, അങ്ങനെ ചെയ്തോ, അമീറിൽ നിന്ന് അങ്ങനെ ചെയ്തോ എങ്കിൽ അത് തീരുമാനിച്ചിട്ട് മതി, നേരെ പോവാൻ. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു വീട്ടിലേക്ക് ചെന്നപ്പോൾ റളിയല്ലാഹു വിചാരിച്ചത് എന്താണ്, സംഗതി അബദ്ധം പറ്റിപ്പോയി, മാപ്പ് ചോദിക്കാൻ വന്നതാണ്. നമ്മളുടെ ചിലപ്പോൾ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഡ്രസ്സൊക്കെ മാറ്റി യാചിക്കാൻ നിൽക്കുമ്പോ ഒരുപക്ഷെ നമ്മൾ വണ്ടി ഓടിച്ചങ്ങോട്ട് പോകും. കാരണം വണ്ടി ഓടിക്കുന്ന ആൾ മുമ്പിലേക്ക് നോക്കി ലക്ഷ്യം എത്ര ചിന്ത ഉണ്ടാവുകയുള്ളൂ. ഇവിടെ കുഴിയിൽ വെള്ളമുള്ളതൊന്നും ശ്രദ്ധിക്കൂല. ഈ വെള്ളം മേലേക്ക് തെറിച്ചു. പിന്നെയാണ് അത് അറിഞ്ഞത്. തെറിച്ചു വന്ന് സോറി, ഞാനത് കണ്ടിട്ടില്ല, ഒരു മാപ്പപേക്ഷ, അതുകൊണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല, എന്താ ചളി പോകുന്നില്ല. എന്നാലും ശരി, ഒരു മനുഷ്യത്വമാണ്, ഒരു മാനവികതയുടെ ഭാഗമാണ്. അതായത് ഒരു സോറി പറയാന്നുള്ളത്. അപ്പോ നിൽക്കുന്ന ആൾക്കൊരു സമാധാനം ഉണ്ടല്ലോ. അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറയാ, കുനൂത്ത് പറഞ്ഞാൽ സെവിന്റെ സുജൂദ് ചെയ്യുക, ഇതൊക്കെ ഇസ്ലാമികമായ ചിട്ടയാണ്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും അതിനു വേണ്ടി വന്നതാണ്. അബ്ബാസ് റളിയല്ലാഹു തആല ഉമർ ഫാറൂഖ് റളിയല്ലാഹു അങ്ങോട്ട് പറഞ്ഞു, കുഴപ്പമില്ല, സാരല്ല. സാരല്ലാന്നോ? എന്ത് സാരല്ലാന്ന്? തെറ്റ് ചെയ്തിട്ട് സാരല്ലാന്ന് ഇങ്ങോട്ടാണോ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, ഇവിടെ കള്ളൻ പോലീസായിട്ട് മാറുകയാണ്, വാദി പ്രതിയായിട്ട് മാറുകയാണ്. എന്തേ സംഭവം? ഇത്ര ഗൗരവത്തിൽ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിച്ചു, എന്താണ് സംഭവം? നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കോയിലൂടെ വന്ന രക്തം നിറഞ്ഞ വെള്ളം എന്റെ ശരീരത്തിലേക്ക് പോവാ, എന്നിട്ട് നിങ്ങൾ തന്നെ എന്നെ ആക്ഷേപിക്കുകയും ചെയ്യാം, ഇതെന്താ? ആ സമയത്താണ് അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത്, എനിക്കറിയാം അത് വഴിയിലേക്കാണ് എന്ന്, എനിക്ക് വിഷമുണ്ടാകുമെന്നും, പക്ഷേ ആ പാത്തി അതവിടെ ഫിറ്റാക്കിയത് ഞാനല്ല, എന്റെയും നിങ്ങളുടെയും നേതാവ് ഹബീബുല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളുടെ കൈകളെ കൊണ്ട് ഫിറ്റാക്കിയ പാത്തിയാണ്. ആ പാത്തി എടുത്തു മാറ്റാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? കർശനമായ ശൈലിയിൽ നോക്ക്. നിങ്ങളോ ഈ ശൈലിയിൽ അങ്ങോട്ട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ന്യായം പറഞ്ഞിട്ട്, അത് റസൂലുള്ളാഹിനെ ഫിറ്റാക്കിയാൽ അവിടെ വഴിയൊന്നുമില്ല, ഇപ്പോഴല്ലേ വഴി വന്നത്, അതുകൊണ്ട് ഇപ്പൊ പ്രയാസ. റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് ബുദ്ധിയുടെ മൂശയിലിട്ട് നമ്മളൊക്കെ വാർത്ത വെട്ടിച്ചുരുക്കിയതിന് ശേഷം അല്പം ഒന്ന് മാറ്റി വെക്കാം. റസൂലുള്ളാഹി തങ്ങൾ നടത്തിയ ഖുത്ബ അറബിയിൽ ഒക്കെ സ്വഹാബത്തും എന്ന അറബി ആയതുകൊണ്ടാണ്. ഇപ്പോൾ മലയാളികൾക്ക് മുമ്പിൽ എന്തിന്, അതുകൊണ്ട് മലയാളത്തിലാക്കാം എന്നൊക്കെ പറയുന്ന ന്യായം സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി തങ്ങളാണ് തന്റെ കൈ കൊണ്ട് വെച്ചെന്ന് കണ്ടപ്പോ ധീര ശൂര പരാക്രമിയായ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കിസ്റ കൈസറിന്റെ കോട്ട കൊത്തങ്ങൾ വളർപ്പിച്ച ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് ഉടനെ പുറപ്പെട്ടു. പരിഹാരം ഉടനത് തിരിച്ചു വെക്കണം, കേവലം വെച്ചാൽ പോരാ, ഇതിനൊരു കഫാറത്ത്, ഒരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ ഞാൻ ചുവട്ടിൽ നിൽക്കും, എന്റെ ചുമരിൽ ചവിട്ടിക്കേറി നിന്നിട്ട് നിങ്ങൾ
നിങ്ങൾ ആ പൈപ്പ് അവിടെ തന്നെ ഫിറ്റാക്കണം. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരെ ചെന്ന് നിൽക്കുകയാണ്. അമീറുൽ മുഅ്മിനീനാണ്, മദീനയുടെ പ്രസിഡന്റാണ്, കിസ്റാ കൈസറിന്റെ പേടിസപ്പനമാണ്. ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിരടിയിൽ ചവിട്ടിക്കേറി നിന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പൈപ്പ് അവിടെ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് ന്യായവും യുക്തിയും ഒക്കെ പുറത്ത്, ഇഷ്കിന്റെ മഹബത്തിന്റെ റസൂലുള്ളാഹി തആല സ്നേഹത്തിന്റെ ഭാഗത്ത് എല്ലാം അപ്രസക്തമാണ്. അതുകൊണ്ടാണ് ആ മഹബത്തും ഇഷ്കും ഒന്നുകൂടെ കൂട്ടിയോജിപ്പിക്കാൻ റസൂലുള്ളാഹി തആല തീരുമാനിച്ചത്. എന്നെ കാണാൻ ഭാഗ്യം ലഭിക്കുക എന്നത് മുഅ്മിനീങ്ങൾക്കുള്ള വലിയ ഭാഗ്യമാണ്. പക്ഷെ എന്റെ ശേഷം വരുന്നവർക്ക് ഭാഗ്യം ലഭിക്കില്ലല്ലോ, അവർക്കും കൂടെ ലഭിക്കണം ഭാഗ്യം. അതിനെന്താണ് മാർഗം? അതിനാണ് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടി അത് കളഞ്ഞതിന് ശേഷം സ്വഹാബത്തിന്റെ കയ്യിൽ കൊടുത്ത് വീതിച്ചുകൊണ്ട് സൂക്ഷിക്കാൻ പറഞ്ഞത്. എന്ത്? ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എന്റെ മുടിയെങ്കിലും കണ്ട് അത് മുക്കിയ വെള്ളം കുടിച്ച് ബറക്കത്തെടുക്കാൻ കഴിയണം, അതിന്റെ ഫലം ആസ്വദിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മഹബത്ത് ഉണ്ടാക്കുന്ന ബുർദകൾക്ക്, അതുപോലെ മൗലിദുകൾക്ക്, അതുപോലെ ആദർശത്തിനൊക്കെ വില കൽപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് നൽകുമാറാകട്ടെ. ഉസ്താദ് അവർകൾ നടത്തിയ സുന്നി നവജാഗരണ വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റിൽ കടപുഴകി വീണ പല വിധവഴി കോട്ടകളും ഉസ്താദ് അവർകൾ ഈ ജൈത്രയാത്ര നടത്തുമ്പോൾ അതോടുകൂടി ഒട്ടി നിന്ന്, അല്ലെങ്കിൽ അതിന് മുന്തറയോ പിന്തറയോ പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും വിഷമങ്ങളും വരുമ്പോ കുണ്ടൂർ ഉസ്താദിനെ പോലെ, ബഹുമാനപ്പെട്ട ഹസൻ സദ്ദാദിനെ പോലെ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മാലിക്കിയെ പോലെ ധാരാളം ആളുകൾ പിന്തുണ അറിയിച്ചു വരികയാണ്. എന്ത്? നബി തങ്ങൾ തമ്മിലുള്ള കണക്ഷനാണ്. അതുകൊണ്ടാണ് രൂക്ഷമായ ഒരു പ്രശ്നം. ആ പ്രശ്നം നടക്കുന്നതിനെ ഒരിക്കൽ ഞാൻ ഓർത്തു പോവാണ്. പാലക്കാട് ജില്ലയിലെ സമ്മേളനത്തിന് SSF സ്റ്റേറ്റ് ക്യാമ്പ് കഴിഞ്ഞ് പാലക്കാട് ജില്ലയിലെ സ്ഥാപനത്തിന് സമ്മേളനത്തിന് പോകുമ്പോ വലിയ പ്രശ്നം നടക്കുമ്പോ ഞാൻ തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു ഉസ്താദിനോട്, അല്ല ഉസ്താദെ, വലിയ പ്രശ്നമാണ് ഇപ്പൊ കേൾക്കുന്നത്. ഉസ്താദ് ആദ്യം ഇത് മൈൻഡ് ചെയ്തില്ല. പിന്നെയും ഞാൻ തിരിഞ്ഞിട്ട് ചോദിച്ചു, അല്ല ഉസ്താദ്, ഇത് ആളുകൾക്കിടയിൽ വല്ലാതെ പറയുന്നുണ്ട്, ഞങ്ങളെപ്പോലത്തെ ആളുകളാണ് കുടുങ്ങുക. ഉസ്താദിനെ പോലത്തോട് ആരും ചോദിക്കാൻ വരൂല, ടോപ്പിലെത്തിയത് കൊണ്ട്. ലോക്കൽ പ്രവർത്തനോട് ആരും ചോദിക്കൂല, ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഇടയിലുള്ള ആളുകളാണ് ഈ കൽത്തപ്പ മാതിരി കുടുങ്ങല്. അപ്പൊ അതുകൊണ്ട് ചോദ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ AP ഉസ്താദ് പറഞ്ഞ ഒരൊറ്റ മറുപടിയാണ്, നീ എന്താ പറയുന്നത്? എന്റെ കാര്യം മുഴുവനും ഞാൻ റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ പറച്ചിലാണ്. അൽഹംദുലില്ലാഹ്, അത് നബി തങ്ങളുമായിട്ടുള്ള കണക്ഷനാണ്, ഇഷ്കാൻ. അതുകൊണ്ട് തന്നെ കുണ്ടൂർ ഉസ്താദ് ഇവിടെ വിളിച്ച് AP ഉസ്താദിന് സ്വീകരണം നൽകിയതും ആ സ്വീകരണത്തിൽ ആശിഖർ റസൂൽ അബ്ബാസ് മാലിക്കുന്ന ദീർഘായുസ്സുമായി ഫിദും കൊടുക്കുമാറാകട്ടെ. അതുപോലെയുള്ള ഒരുപാട് ആശിഖ്യങ്ങൾ വന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ധൈര്യം പകർന്നതും അതിനെല്ലാറ്റിനും പുറമെയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്ന നിർദ്ദേശത്തിലൂടെ നൽകി ആ റസൂലുള്ളാഹിയുടെ തിരുശേഷിപ്പിന്റെ ഭാഗം നേരെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കയ്യിലേക്ക് എത്തുന്നത്. എത്തിയപ്പോൾ വിശ്വാസമുള്ളവർക്ക് മരുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ അൽഹംദുലില്ലാഹ് ഒരുപാട് ഫലം. നമ്മുടെ ഹസറജി ഒന്ന് കോഴിക്കോട് ഷൈറ മുബാറക് പള്ളിയുടെ തറക്കല്ലിടക്കരണത്തിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മഞ്ചേരിയിൽ ബഹുമാനപ്പെട്ട പയ്യനാട് തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ സന്തോഷം കൊടുക്കുമാറാകട്ടെ, ദർജ എത്തി കൊടുക്കുമാറാകട്ടെ, തങ്ങളുപ്പാപ്പാൻ അനുസ്മരണത്തിൽ AP ഉസ്താദിന് പ്രസംഗിച്ചതിന് ശേഷങ്ങളാണല്ലോ പ്രസംഗിച്ചിരുന്നത്. ഉസ്താദ് തുടങ്ങി വെച്ച വിഷയം ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഷൈറ മുബാറക്കും അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ആധാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അന്ന് അവിടെ ഉസ്താദ് ടോക്കൺ പിരിച്ചു കൊടുക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞിരുന്നല്ലോ, ഉസ്താദ് 8 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ വിഷമം പറഞ്ഞിരുന്നല്ലോ. ഉടനെ AP ഉസ്താദ് പറഞ്ഞു, ആ കുട്ടികൾ ഉണ്ട്, ആ ടോക്കൺ ഇങ്ങോട്ട് വാങ്ങി. കുറച്ച് കഴിഞ്ഞ് AP ഉസ്താദ് വിളിച്ചു, എവിടെ ആ കുട്ടികളില്ലാതെ ചെറുപ്പക്കാരൻ എവിടെ? പരസ്യയിട്ടാണ്. അങ്ങനെ അയാൾ വന്നു, അഷ്റഫ് എന്ന ചെറുപ്പക്കാരന്റെ പേര് വന്നിട്ട് പറഞ്ഞു, കുട്ടികൾ ഉണ്ട്, മുബാറക്ക് എന്ന് പേരിടണം. സുബ്ഹാനല്ലാഹ്, കുട്ടി ഉണ്ട് എന്ന് മാത്രമല്ല, ആൺകുട്ടിയെന്ന് മാത്രമല്ല, ഷൈറ മുബാറക്കുമായി ബന്ധപ്പെട്ട് മുബാറക്ക് എന്ന് പേരിടണോ. അങ്ങനെ അദ്ദേഹം സന്തോഷം അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കുട്ടി ജനിച്ചത് ആൺകുട്ടിയാണ്. ആ കുട്ടിക്ക് ഷൈറ മുബാറക്ക് എന്ന് പേരിട്ടിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറയുമ്പോ ആ ഉസ്താദിന്റെ വാക്കിന്റെ വില അത് മനസ്സിലാതെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ബാക്കി വിലകളൊക്കെ ഇൻഷാ അല്ലാഹ്
ബാങ്കിന് ശേഷം പറയും. അതേപോലെ തന്നെ ഈ വിഷയം പാലക്കാട് ജില്ലയിലെ കോട്ടപ്പാടത്ത് വെച്ച് ഞാൻ പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ച് ഞാൻ പെട്ടെന്ന് ഇന്നത്തെ പോലെ വേറെ പരിപാടിക്ക് പോകുന്നത് വേഗ സ്പീഡിൽ വണ്ടിക്ക് കയറുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ ലത്തീഫിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ഫാദരി അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഉസ്താദ് ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, ഇവിടെ പള്ളി ഉദ്ഘാടനത്തിൽ ഉസ്താദ് വന്ന സമയത്ത് ടോക്കൺ വാങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് ഉസ്താദ് 3 ആൺകുട്ടികളാണ് ഉള്ളത്. ഉടൻ ഉസ്താദ് പറഞ്ഞു, അടുത്തത് പെൺകുട്ടിയാണ്, നിഫീസ് തുലമിസ്രിയാന്ന് ഞാൻ പേരിട്ടിട്ടുണ്ട്. അപ്പൊ പേരിടണമെന്നല്ല പറഞ്ഞു, പെൺകുട്ടിയാണ് അടുത്തത്, നിഫീസ് തുലമിസ്രിയാന്ന് ഞാൻ പേരിട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വ്യാഴാഴ്ച എന്റെ ഭാര്യ സുഖമായി പ്രസവിച്ചിട്ടുണ്ട്. ആ പ്രസവിച്ച കുട്ടിക്ക് ഞാൻ നിഫീസ് തുലമിസ്രിയ എന്ന് എപി ഉസ്താദിന്റെ പേര് ഞാൻ ആവർത്തിച്ച് വിളിച്ചിട്ടുണ്ട്. നോക്കി ഞാൻ പറയുന്നത് എന്താണ്, ഇതൊക്കെ ഫലം ഉള്ള ആളുകൾക്ക്, വിശ്വാസമുള്ള ആളുകൾക്ക് മരുന്നാണ്. അതിങ്ങനെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല, നമ്മൾ നിർത്തിവെച്ച ചർച്ചയാണ്. അതേസമയത്ത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല വസ്തുക്കളൊക്കെ നല്ല ആൾക്കാരുടെ അടുത്ത് എത്തുള്ളൂ എന്നുള്ളത് പണ്ടല്ല, അധികം വൈകാതെ ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വളരെ സത്യമാണ്, നമുക്ക് ബോധ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കാതിരിക്കാൻ തന്നെ ഫിർഔൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ജനിച്ചതിന് ശേഷം അതിന് കാവൽക്കാർ നിർത്തലും പലതും നടത്തി. നാം ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല, അള്ളാഹുവാ നിയന്ത്രിക്കുന്നത്. മൂസാ നബി ജനിച്ചു. ആ മൂസാ നബിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ഒന്നുകൂടെ മൂസാ നബിക്ക് അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി, മൂസാ നബിയെ കുറിച്ച് ബോധ്യപ്പെടുന്നതിന് വേണ്ടി, ബോധ്യപ്പെട്ടത് കൊണ്ട് വിശ്വസിച്ചോളന്നില്ല, അത് രണ്ടാ. നമ്മളാരും ഉത്തരസൂറിലാണ് നേരിട്ട് പോയി സ്വപ്നത്തിലൂടെ കാണാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. റൗള ഷരീഫ് പലതവണ പോയി സിയാറത്തിനുള്ള അവസരം നൽകുമാറാകട്ടെ. പക്ഷെ നമ്മളൊക്കെ മുത്തനബിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് ആവേശം കൊള്ളുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ തിരുമുടി മുക്കിയ വെള്ളം ഉണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് ഒരു തുള്ളി കിട്ടിയെങ്കിലും കൊതിച്ചു പോവുകയാണ്. അതേ സമയത്ത് അബൂജഹലോ അള്ളാഹിന്റെ റസൂലിനെ നേരിട്ട് കണ്ടില്ലേ, റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് സിംഹം ചാടുന്ന അവസ്ഥ വരെ ഉണ്ടായില്ലേ, ചന്ദ്രൻ പിളർപ്പായി കണ്ടില്ലേ. എന്നിട്ടും എന്താണ്ടായത്, കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്തു കുലുങ്ങൂല. അങ്ങനത്തെ കുഞ്ഞാത്തുമാരിഞ്ഞും കുലുങ്ങൂല എന്ന് ഉറപ്പന്നെയാണല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഹബീബ് തങ്ങളുമായിട്ടുള്ള ബന്ധവും, അതേപോലെ തന്നെ ഹബീബ് പഠിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളും, അതേപോലെ തന്നെ ഹബീബുമായിട്ടുള്ള സ്നേഹവും, റസൂലുള്ളാഹി തങ്ങൾ മക്ബറയും അവിടുത്തെ മൊഴിയും ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാറ്റും ബഹുമാനം കൽപ്പിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ ഒഴുക്കാൻ പറയുകയാണ്. പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി എത്തിയത് അവസാനം കിട്ടിയത് ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ്. ബറക്കത്തുള്ള സാധനമാണ്, പക്ഷെ കിട്ടിയ കേന്ദ്രം നന്നായില്ല എന്നുള്ളതാണ് വിഷയം. ഏതായിരുന്നാലും തൽക്കാലം കുറച്ച് ദിവസമൊക്കെ ആ കൊട്ടാരത്തിൽ ഇങ്ങനെ കഴിഞ്ഞു. പക്ഷേ വിശുദ്ധ വസ്തു വിശുദ്ധ സ്ഥലത്തേക്ക് തന്നെ മടങ്ങണമല്ലോ. ഏതായിരുന്നാലും കുറച്ച് കഴിഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പാല് കുടിക്കാത്ത പ്രശ്നം വന്നു. അവസാനം വന്ന കേന്ദ്രത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു ഫിറൗൻ എന്നതാണ് യഥാർത്ഥ ഉത്ഭവം. പക്ഷേ പത്രങ്ങളൊക്കെ ചിലപ്പം ഞങ്ങൾ ചിലപ്പോൾ വാങ്ങി കൊടുത്തുന്നൊക്കെ പറയും. അതിപ്പോൾ വിഷയാക്കേണ്ട ഇഖ്തിലാഫ് പലതിലും ഉണ്ടാവുമല്ലോ. അത് ഇറങ്ങി പോന്നതാണോ അല്ല പുറത്താക്കിയത്, അതിന് ഇഖ്തിലാഫ് ഇപ്പൊ തീർന്നിട്ടില്ല. അപ്പൊ അതേപോലെ തന്നെ പല ഇഖ്തിലാഫുകൾ ഉണ്ടാകും. അതൊക്കെ ഇഖ്തിലാഫുൽ അയിമ്മ റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ മനസ്സിലാക്കി വെക്കുക നമ്മൾ. ഏതായിരുന്നാലും ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുകയാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ ഒരു സാധനം നമുക്കൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് പൊന്നു പോലെ സൂക്ഷിക്കൂലേ എമ്പോഴും. അപ്പൊ ഏറ്റവും നല്ലത് എന്തായെന്ന് ചോദിച്ചാൽ, കിട്ടിയ സ്ഥിതിക്ക്, ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നല്ലൊരു കേന്ദ്രത്തിൽ അത് വെക്കുക. വെച്ചിട്ട് പറയാം, നിങ്ങൾക്ക് മാത്രമല്ല ഞമ്മക്കും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും അംഗീകാരമുണ്ട് എന്ന് പറയാം. എന്നിട്ട് അതിന്റെ പുറമെ നിങ്ങൾ ഇടങ്ങാറായിട്ട് അങ്ങോട്ട് പോണ്ട, നിങ്ങൾക്ക് വെള്ളത്തിന് ഇങ്ങോട്ട് പോന്നോളി എന്നും പറയാം. എന്നാൽ പിരിവ് അവിടെ കുറയും ചെയ്യും, നമുക്ക് തിരക്കും കുറഞ്ഞിട്ടും. അല്ല ശരിക്കും നല്ല റാഗത്താണെങ്കിൽ ചെയ്യേണ്ടത് അങ്ങനെയാണല്ലോ. ബഹുമാനപ്പെട്ട നെല്ലിക്കുദുസ്താദ് അല്ലാഹു ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞതുപോലെ ഒരു ബോർഡും ഒരു വര വരച്ചിട്ട് അതിമ തൊടാതെ അതിനെ ചെറുതാക്കലാണ് ലക്ഷ്യം. എന്താ മാർഗം എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മായ്ക്കാൻ പാടില്ല, തൊടാനും പാടില്ല. അപ്പൊ ചില ആളുകൾക്ക് തിരിഞ്ഞിൽ അന്തം കമ്മികൾക്ക് ലേശൊക്കെ ബുദ്ധിയുള്ള ആളുകൾ എല്ലാത്തിലും ഉണ്ടാകുമല്ലോ. അവർ ചോക്കിട്ട് അതിന്റെ അപ്പുറത്ത് അതിനേക്കാൾ വലിയൊരു വരന് വരച്ചു, അപ്പൊ മറ്റേ ചെറുതായി. ഇതേപോലെ ഒന്ന് കിട്ടുമ്പോ അവിടെയും വെള്ളം കൊടുത്ത്
അത് നല്ല ബറക്കത്തോട് സൂക്ഷിച്ച് അൽഹംദുലില്ലാ ഞങ്ങൾക്കുണ്ട് പിന്തുണ എന്ന് പറയാൻ. പക്ഷെ അതിന് തൗഫീഖ് എന്ന സാധനം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടണമല്ലോ, അതമ്മ കൊടുക്കന്നെ വേണ്ടേ. അപ്പൊ ഏതായിരുന്നാലും ശരി, അത് ചെയ്യുന്നതിന് പകരം അനാദരവ് കാണിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉമ്മാക്കാൻ തിരിച്ചു കൊടുത്തതുപോലെ ഇവിടെ കൊടുക്കേണ്ടി വന്നു. നമുക്ക് വിഷമമുണ്ട്, കാരണം കേരളത്തിൽ ഒന്നും കൂടെ ഇഷ്ടം ഉണ്ടായാൽ ബറക്കത്ത് നമുക്ക് കിട്ടുന്ന നമ്മളെ വിശ്വാസം. ഏതായാലും കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കണില്ല, അതൊരു മാസന വഴിയാക്കി കണക്കൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റിദ്ധരിച്ച ആളുകൾക്കൊക്കെ നല്ല റാഹത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അതിനെ വില കുറച്ച് കാണിക്കാൻ പല ഭാഗത്ത് ശ്രമിക്കുകയാണ്. ഈ പുതിയ ലക്കം പ്രബോധനം, ആ പ്രബോധനത്തിലടക്കം ജമാഅത്ത് ഇസ്ലാമി കണ്ടില്ലേ നിങ്ങൾ, റസൂലുള്ളാഹി തങ്ങൾ മരിച്ചുപോയി എന്നല്ല ഒന്നും അല്ലാതെയായിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് ആ റസൂലുള്ളാഹിനെ മക്ബറിൽ പോയിട്ട് ദുആന്നിട്ട് വലിയ കാര്യം കിട്ടുമെന്ന് പറയുകയാണ്. ഏതായാലും അൽഹംദുലില്ലാ നോട്ടീസ് പ്രാവശ്യം കുറെ കുറവുണ്ട്. മറ്റേ റബീലവൽ അങ്ങോട്ട് അടുക്കുമ്പോൾ വാവ അടുക്കുമ്പോൾ പൈക്കൊക്കെ ഒരു കരച്ചിലടക്കുമെന്ന് പറഞ്ഞതുപോലെ റബീലവൽ അടുക്കുമ്പോൾ ചില ഇളക്കങ്ങളാണ്. എന്നിട്ട് 10,000 ഇനാം, 1 കോടി ഇനാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്താ സംഭവം എന്ന് പറയുന്നത്, പണ്ടൊക്കെ മുക്കത്തുനിന്നാണ് മൂല്യമാരെ മൗലൂദ് ഓതാൻ കൊടുക്കുന്നത്, ഇപ്പൊ ഏപ്പിസ്ത മക്കത്തുനിന്നാണ് മൗലൂദ് ആളെ കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് മക്കത്തും മദീനത്തും മൗലൂദില്ല. മാല മൗലൂദ് ഹദ്ദാദ് റാത്തിബ് കുത്തുബിയത്ത് 7, 14, 40 ആണ്ട് നേർച്ച മക്കബറ കെട്ടിപ്പൊക്കൽ കുനൂത്ത് കൂട്ടുവാർത്തന ഇതൊക്കെ കേരളത്തിലുള്ളൂ, ഇവിടെ നിന്ന് വിട്ട ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ശരി നീക്കും എന്ന് ആളുകൾ ധരിച്ചിരുന്നു. അതേസമയം ഏപ്പിസ്താദ് ഇങ്ങനെ ഇപ്പൊ ഔദ്യോഗിക യാത്ര നടത്തുന്നത് കേരള യാത്ര ബാനറൊക്കെ വെച്ച് അങ്ങനെ ലോകത്തിലൂടെ മുഴുവനും യാത്രകളും മറ്റുമൊക്കെ നടത്തിയപ്പോ അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ ഇങ്ങനെ കാണുകയാണ്. കണ്ടത് ഇവിടെ വന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട ദലാൽ ഖൈറാത്തിന്റെ മുസന്നിഫ് സുലൈമാൻ ജസ്രി റളിയല്ലാഹു തആല അൻഹു യാത്രയിൽ ഒന്നുണ്ടാക്കാൻ വെള്ളം കിട്ടാതെ വിഷമിച്ചപ്പം വെറുത്ത് കിണറ്റിനടിയിൽ വെള്ളം കണ്ടു. നോക്കി എന്താ ചെയ്യേണ്ടത്, കിട്ടേണ്ട വെള്ളം കിട്ടും. ഈ കളി ഇങ്ങനെ കണ്ടിട്ട് ഒരു പെൺകുട്ടി കടന്നു വന്ന് എന്തേ ഉസ്താദെ നോക്കിക്കണമെന്ന് ചോദിച്ചു. ഒന്നുണ്ടാക്കണം വെള്ളമല്ലല്ലോ, നിങ്ങൾ ആരാ ആളെന്ന് ചോദിച്ചു. അഡ്രസ്സ് പറഞ്ഞപ്പോൾ നിങ്ങളെ പറ്റി വലിയ പേരും കേളിയൊക്കെയാണല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് ഈ കേറ്റിനടിയത്ത് വെള്ളം എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂലെന്ന് ചോദിച്ചു. അവിടെ പരാജയം സമ്മതിക്കുകയാണ്. ആ പെൺകുട്ടി തുപ്പാണ് കിണറ്റിലേക്ക്. വെള്ളം കെട്ട് പൊന്തി വന്ന് ഒഴുകിയല്ലേ. ഇതിന് ഒന്നുണ്ടാക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ട സുലൈമാൻ ജസ്രി ചോദിക്കുകയാണ്, അല്ല ഈ കഴിവ് എങ്ങനെ എനിക്ക് കിട്ടി? എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി ജപ്പത് അങ്ങനെയല്ല, കഴിവ് ആർക്കുണ്ടോ അംഗീകരിച്ചു കൊടുക്കുക. ഞാൻ സാധാരണ പറയാനുണ്ട്, 18 കൊല്ലമായി പെണ്ണെട്ടിയിട്ട് ഒറ്റ കുട്ടിയില്ലാത്ത ആൾക്കാർ എത്രയുണ്ട്? 8 കൊല്ലം കൊണ്ട് 4 കുട്ടിയുള്ള വാപ്പാരുണ്ടാകണല്ലേ. അതിനിപ്പോ ജപ്പ് എന്താ പറയാ, അത് അംഗീകരിച്ചു കൊടുക്കാനാണല്ലോ ബുദ്ധി എന്ന് പറയുന്നത്. സുലൈമാൻ ജസ്രി റളിയല്ലാഹു തആല അൻഹു അത് അംഗീകരിച്ചു. ചോദിച്ചു, എന്താ മോളെ കാര്യം? മോള് പറഞ്ഞു, ഹബീബ് മുത്ത് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട്, അതിന്റെ ബർക്കത്താണ് കാണുന്നത്. ഉടനെ സുലൈമാൻ ജസ്രി റളിയല്ലാഹു തീരുമാനിച്ചു, എങ്കിൽ സ്വലാത്ത് ഉണ്ടാക്കണം. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയ ദലാലുൽ ഖൈറാത്ത് അതുണ്ടാക്കിയ മഹാൻ സുബഹി നിസ്കരിക്കുമ്പോ അതാ സുബഹി നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ 2-ാമത്തെ സുജൂദിൽ, അല്ലെങ്കിൽ 2-ാമത്തെ റക്അത്തിൽ 1-ാമത്തെ സുജൂദിൽ ഏതായാലും സുജൂദ് ചെയ്യുമ്പോൾ വഫാത്തായി പോവാൻ മഹാനരെ മറയടക്കി 70 കൊല്ലം കഴിഞ്ഞതിന് ശേഷം സ്വപ്നത്തിലൂടെ നിർദ്ദേശം, പടച്ചവനെ അതിന് പൈസ അതൊന്നും ഉണ്ടാകൂല. സ്വപ്നത്തിലെ ആ സ്വപ്നത്തിലൂടെ നിർദ്ദേശം കൊടുത്തു, എന്തേ എന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് മറമാടണം. അങ്ങനെ മാറ്റി മറമാടാൻ വേണ്ടി നിർദ്ദേശം കിട്ടി. നേരെ ചെന്ന് ഖബർ മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് 70 കൊല്ലം കഴിഞ്ഞ ജനാസ കിടക്കുന്നത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരുക്കമെന്ന രീതിയിൽ താടിയും മീശയും ഒക്കെ വെട്ടി ഒതുക്കി വെച്ചത് അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നല്ല, ഉറങ്ങിക്കിടക്കുന്ന പോലെ തോന്നുന്നു എന്നല്ല, ഒന്നുകൂടെ പരീക്ഷണാർത്ഥം മുഖത്ത് വിരൽ വെച്ച് നോക്കിയപ്പോൾ ആ വിരൽ ഇങ്ങോട്ടെടുത്തപ്പോൾ അതിന്റെ ഇടയിലൂടെ രക്തം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന രീതിയിൽ നല്ല കറാമത്തുണ്ട് എന്ന് മാത്രമല്ല സുഗന്ധം അടിച്ചു വീശാൻ തുടങ്ങി. ഇന്നും അവിടെ പോയി സിയാറത്ത് ചെയ്ത അനുഭവസ്ഥര് പറയുന്നു, ആ മക്ബറയിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുന്നുണ്ട്. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാവട്ടെ. ഞാൻ പറയുന്നത് ഹബീബിനെ മഹബത്ത് വെച്ച് പുകഴ്ത്തുന്ന നാക്കുകൾക്ക്, ഹബീബിനെ സ്നേഹിക്കുന്ന മനതലങ്ങൾക്ക്, ആ ഹബീബിനെ കുറിച്ച് തരം താഴ്ത്തുന്നവരോട് വെറുപ്പ് വെക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് കിട്ടുന്ന ചാൻസിലൊക്കെ ഹബീബിന്റെ സ്ഥാനമാനങ്ങൾ വർണ്ണിച്ച് പ്രസംഗിക്കുകയും ഹബീബ് പഠിപ്പിച്ച ആശയാദർശങ്ങളെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതുമായുള്ള കണക്ഷനിൽ നിന്ന് അല്പം കറാമത്തുകളും അതേപോലെ തന്നെ കഴിവുകളും സുഗന്ധവും മാനസികമായ ക്ലിയറും എല്ലാം ഉണ്ടാകും ഉറപ്പാണ്. നമ്മുടെ നേതൃത്വം താജുൽ ഉലമയും ഖമറുൽ ഉലമയും കൻസുൽ ഉലമയും നൂറുൽ
ജംഇഉൽ ഉലമയും അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഈ പണ്ഡിത സാദാത്തുക്കൾ നേതൃത്വം നൽകുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ റസൂൽ പഠിപ്പിച്ച ആദർശമാണ്. നബി തങ്ങളെ മഹബത്ത് വെക്കുന്ന നല്ലൊരു ടീമിനെ ഉണ്ടാക്കലാണ്. അതിലൂടെ കുണ്ടൂർ ഉസ്താദ് മുതൽ വടവൂർ ശേഖ് മുതൽ മമ്പദാജി തങ്ങൾ മുതൽ അങ്ങോട്ട് തുടങ്ങി മമ്പറം തങ്ങളടക്കമുള്ള മഹാരഥന്മാർ കേരളത്തിൽ, ഹാജാ തങ്ങളടക്കം ഇന്ത്യയിൽ, അങ്ങനെ അങ്ങോട്ട് ലോകാടിസ്ഥാനത്തിലുള്ള ആശിഖുർ റസൂലിങ്ങൾ അവരുമായി കണക്ഷൻ ഉണ്ടാക്കി ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് കറാമത്തുകളും കഴിവുകളൊക്കെ വിശ്വാസമുള്ളവർക്ക് വരും. അതൊരു നോട്ടീസ് കൊണ്ട് മാത്രം പോകൂല, നല്ല ആളുകൾക്കും അറിയാലോ. അതുകൊണ്ട് ആരാണ് എന്തൊക്കെ കറാമത്ത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായി ചർച്ച വരുന്നത് കൊണ്ടും വേറെ അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട ആളുകളെ മുഖത്തേക്ക് നോക്കുന്നത് കൊണ്ടും തൽക്കാലം ആ വസിയത്തോടുകൂടെ നിർത്തുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. മഹാനായ കുണ്ടൂർ ഉസ്താദിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, അതിലൂടെ മുത്തുനബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് നമ്മളെല്ലാവരും. ബഹുമാനപ്പെട്ട വൈലത്തൂർ ഉസ്താദിൻ്റെ അരികിൽ ഞങ്ങൾ ഓതുമ്പോൾ ഉസ്താദ് നിർബന്ധിച്ചുകൊണ്ട് എന്നോട് സിയാറത്ത് ചെയ്യാൻ പറഞ്ഞ ഒരു സ്ഥലം ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിൻ്റെ ഖബർ ഷരീഫാണ്. അള്ളാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. പിന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഉസ്താദ് വിലായത്ത് വലിയാണെന്ന് ഉസ്താദ് ഉറപ്പിച്ച് പറയുന്ന പ്രകൃതിയില്ലാത്ത ആളാണ്. പക്ഷെ പലരെ പറ്റും വിലായത്ത് വിശ്വാസമുണ്ടെങ്കിലും പറയാറുണ്ടായിരുന്നില്ല. എന്നാൽ കുണ്ടൂർ ഉസ്താദിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വൈലത്തൂർ ഉസ്താദ് അള്ളാഹുവിൻ്റെ വലിയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അതിന് കാരണമെന്ത്? ഉസ്താദിൻ്റെ കൂടെ ജീവിച്ചതാണ് അതിന് കാരണം. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ആയിരുന്നു കുണ്ടൂർ ഉസ്താദ് ഓതുന്ന കാലത്തെന്ന് ബഹുമാനപ്പെട്ട വൈലത്തൂർ ഉസ്താദാണ് പറയുന്നത്. വലിയ ആരാണ്, വിലായത്തുള്ള വ്യക്തി ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് പൊതുജനങ്ങളല്ല, ദീനിനെ സംബന്ധിച്ച് പഠിച്ചവരായിരിക്കണം അത് പറയേണ്ടത്. വിലായത്തും വലിയും ഒക്കെ അങ്ങ് ഇഷ്ടാനുസരണം തൻ്റെ എന്തെങ്കിലുമൊക്കെ താല്പര്യത്തിന് വിശദീകരിക്കപ്പെടുന്ന സാധനമല്ല. തൻ്റെ നാട്ടിൽ വലിയ ജനിക്കാൻ പാടില്ല, എൻ്റെ പരിചയക്കാർ വലിയാകാൻ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നത് വലിയ തെറ്റാണ്. ഒരിക്കലും അത് ഒരു ചെറിയ വിഷയമല്ല, അത് അവനവൻ്റെ ആഖിബത്ത് കേടുവരുത്തുന്ന വിഷയമാണ്. അള്ളാഹുവിൻ്റെ ദീന് നല്ലപോലെ പഠിച്ചു. അദ്ദേഹം ഒരു പണ്ഡിതനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞാൻ വായിച്ചത് ഒരു സ്ഥലത്ത്. അദ്ദേഹം നല്ലൊരു കവിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. നല്ലൊരു പണ്ഡിതനാണ്. എന്നിട്ട് പാണ്ഡിത്യമനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ടോ അത് മറ്റൊരു കാര്യം. എന്താ ചെയ്യാത്ത അമൽ ചെയ്യാത്ത വിഷയം എന്ത്? സുബ്ഹാനല്ലാഹ് വായിച്ചു നോക്കുമ്പോൾ ഞാൻ കണ്ടത് ഇതിനൊക്കെ നമ്മൾ ഒരുപെടുന്നത് ഒരിക്കലും ശരിയല്ല. മുസ്ലിമീങ്ങളായ സുന്നികളായ നമ്മൾ ഒരിക്കലും ഇതൊന്നും ഒരു ഗ്രൂപ്പീസമല്ല. നമ്മുടെ ആഖിബത്ത് നമ്മൾ സൂക്ഷിച്ചിട്ടേ എന്തും പറയാവൂ, എഴുതാവൂ. വലാ തക്തുബി കഫിക ഗൈറ ശൈഇ യസിറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. വമാ മിൻ കാതിബിൻ ഇല്ലാ സയബ്ലാ വയബ്ഖാ ദഹ്റ മാ കതബത് യദാഹു. വമാ മിൻ കാതിബിൻ, ഏത് എഴുതുന്നവരും ശ്രദ്ധിക്കണം, എഴുതുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ഇല്ലാ സയബ്ല, അവൻ ഇവിടുന്ന് നശിച്ചു പോകുന്നതാണ്. പക്ഷേ വയബ്ഖാ ദഹ്റ മാ കതബത് യദാഹു, കാലങ്ങളിൽ അവൻ എഴുതിയത് ഇവിടെ ശേഷിക്കുന്നതാണ്. അതുകൊണ്ട് ഫലാ തക്തുബു ബികഫിക, നിന്റെ കൈ കൊണ്ട് നീ എഴുതരുത്. വൈറ ഷൈഇൻ യുസിറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു, ആഖിറത്തിലെത്തുമ്പോൾ ആ എഴുതിയത് നിന്റെ മുമ്പിൽ കൊണ്ടുവരും. അപ്പോൾ സന്തോഷിക്കാൻ പറ്റിയതല്ലാതെ നിന്റെ കൈ കൊണ്ട് എഴുതരുത്. നമ്മൾ മനസ്സിലാക്കണം, വല്ലാത്ത വേദനിപ്പിക്കുന്ന എഴുത്തുകൾ. അമൽ ചെയ്തിട്ടുണ്ടോ മറ്റൊരു കാര്യം. എന്തൊരു വാക്കാണിത്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ നീണ്ടകാലം ജീവിച്ച ആലിമീങ്ങൾ, സാലിഹീങ്ങളായ ആളുകൾ, നിസ്വാർത്ഥരായ മഹാന്മാര് പറയുന്നു, ഉസ്താദ് ഒരു വലിയാണ്. ജീവിതത്തിൽ മനസ്സിലാക്കിയതാണ്. കരിങ്കപ്പാറ ഉസ്താദ് സൂചിപ്പിച്ചിട്ടുണ്ട്, ബാപ്പു ഉസ്താദ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാരൊക്കെ നമ്മളോട് അനുഭവത്തിലൂടെ പറഞ്ഞതാണ്. ഞങ്ങൾ കറാമത്ത് കണ്ടു വലിയാക്കിയതല്ല, നീണ്ട കറാമത്തുകൾ മഹാനവകൾക്കുണ്ട്. എത്രയോ അനുഭവങ്ങൾ എനിക്ക് തന്നെയുണ്ട്, ഈ സദസ്സിലുള്ള എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഉസ്താദിന് കറാമത്ത് അനുഭവിക്കാത്തവർ കുറവാണ്. ഇക്കാലത്തുള്ള ഉസ്താദിനെ സ്നേഹിച്ചവർ,
അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് കണ്ടല്ല വലിയാക്കിയത്, മറിച്ച് ഒരു വലിയന്റെ ലക്ഷണങ്ങൾ, അയിമ്മത്ത് പറഞ്ഞ ലക്ഷണങ്ങൾ മുഴുവനും അവരിലൊത്തിരുന്നു. നീണ്ട എഴുത്തെഴുതിയിട്ട് വിലായത്തില്ല എന്നതിന് കാര്യമായി പറഞ്ഞത് പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയോട് എതിരുണ്ടായിരുന്നു എന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണോ വിലായത്തിനെതിരെ? ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ സ്വഭാവമായിരുന്നു. അതേ രാഷ്ട്രീയ പാർട്ടിയോട് CM വലിയുള്ളാഹിക്ക് വെറുപ്പുണ്ടായിരുന്നു. ദൃക്സാക്ഷികളിൽ നിന്ന് ആ വിവരം അറിയിക്കാൻ നമുക്ക് കഴിയും. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ദുഃഖമാണ്. നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്നത്. നമ്മളൊക്കെ സുന്നികളല്ലേ മുഅ്മിനീങ്ങളെ? കുണ്ടൂർ ഉസ്താദിനെ സംബന്ധിച്ച് വേണ്ടാത്തത് അനൗൺസിലൂടെ വല്ലാതെ വേദനിപ്പിച്ചത്, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ആധാറുകളെ നിഷേധിച്ചത്, അതിനെ സംബന്ധിച്ച് വല്ലാതെ താഴ്ത്തി പറഞ്ഞത്, അതിന്റെ സത്യം എന്ത് എന്ന നിലക്ക് നമ്മുടെ പ്രവർത്തകർ ഒരു ചെറിയ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അപ്പോഴേക്കും ആയിരങ്ങൾ ഒത്തുവരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹബ്ബീങ്ങൾ ഇവിടെയുണ്ട്, ഔലിയാക്കൾ മുഹബ്ബീങ്ങൾ ഇവിടെയുണ്ട്. തൊട്ടു മുമ്പ് റഷീദ് ഉസ്താദ് പറഞ്ഞ പോലെ നമുക്കൊക്കെ ഇഷ്ക് പകർന്നത് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദാണ്. ഇഷ്ക് എങ്ങനെയെന്നും അതെങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നും നമുക്ക് പഠിപ്പിച്ചത് കുണ്ടൂർ ഉസ്താദാണ്. വല്ലാത്ത ആശിഖായിരുന്നു. മദീനയിൽ മുത്തുനബിയുടെ ഖുബ്ബത്തു ഷരീഫയുടെ പുറത്ത് നിന്ന് ഉസ്താദ് ഉസ്മാൻ മുസ്ലിയാരുടെ കയ്യും പിടിച്ച് നടക്കുകയാണ്. ഞാൻ കണ്ടപ്പോൾ ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. മെല്ലെ സലാം മടക്കി. ഞാൻ ഉസ്താദെ ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ പേടിക്കുന്നു. ഉസ്താദ് ചൂണ്ടുന്നു ആ ഖബർ ഷരീഫിലേക്ക്, മുത്തുനബിന്റെ ഖബറിന്റെ ഭാഗത്തേക്ക്. അതാ മുത്തുനബി കിടക്കുന്നതിന് മുമ്പ് നീ എന്നോട് ദ്വാരക്കാൻ പറയരുത് എന്നാണ് ആ കാണിക്കുന്നത്. അത്രയും അതുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. വല്ലാതെ അള്ളാഹുവിനെ പേടിച്ചവരും വല്ലാതെ മുത്തുനബിയെ ഇഷ്ടവെച്ചവരുമാണ്. അവിടുത്തെ വരികളിൽ അത് കാണാം. ആശിഖുർ റസൂൽ എന്ന് കുണ്ടൂർ ഉസ്താദിന് അർഹരല്ല എന്ന് വരെ ഒരു ഈ ഭാഗം പറയുന്നെങ്കിൽ എന്താണ് ഇഷ്ഖുർ റസൂൽ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അഇമ്മത്ത് ഇഷ്ഖുർ റസൂൽ പറഞ്ഞത് എന്താണ്? അതിനെ കാണുകയോ അറിയുകയോ തൊടുകയോ ചെയ്യാത്ത വിഭാഗമായിരിക്കണം ഇവർ. വല്ലാതെ സൂക്ഷിക്കണം സഹോദരന്മാരെ. സുന്നികളാകുന്ന നമ്മളൊക്കെ അഖീദ ഒന്നാണ്, സുന്നികളുടെ വിശ്വാസം ഒന്നാണ്. ചില്ലറ തർക്കങ്ങളൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ. ഈ വിശ്വാസമൊക്കെ തകർത്ത് ഈമാൻ നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുത്. മൻ അദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഒരു വലിയനെ ഒരാൾ താഴ്ത്തിയാൽ തന്റെ ഗ്രൂപ്പാകണം വലിയാകണം എന്നതിനർത്ഥമില്ല. അള്ളാഹുവിന്റെ ദീനിനെ പിച്ചു ചീന്തുന്നത് കണ്ടാൽ ആരെന്ന് നോക്കാതെ എതിർക്കുന്ന പ്രകൃതിയായിരിക്കും ഔലിയാക്കൾക്കുണ്ടാവുക. ഒരുത്തന്റെ സ്തുതിക്ക് അവർക്ക് ആവശ്യമില്ല. ഉസ്താദിന്റെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. വല്ലാതെ തഖ്വയുള്ള മഹാനായിരുന്നു. കറാഹത്ത് വരെ സൂക്ഷിച്ചിരുന്നു എന്ന് ഉസ്താദുമാര് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ എഴുതുന്നു കാണുമ്പോൾ നമുക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത്തരം വേദികൾ കേൾക്കുമ്പോൾ നമ്മൾ ഓടി വരും. അള്ളാഹു നമ്മളെ അവരുടെ മഹബത്തിന്റെ കീഴിലായി ജീവിച്ച് ആഖിറത്തിൽ അക്കാരണത്താൽ അവരുടെ കൂടെ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك والحر إن شانئك هو الأبتر. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സയ്യിദുമാർ, പണ്ഡിതന്മാർ, മുതഅല്ലിംകൾ, സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാനവ സമൂഹത്തിന് നൽകിയിട്ടുള്ളത്
മാനവ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നിലേക്കും ആവശ്യമുള്ളവനല്ല. ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ, എല്ലാറ്റിനെ തൊട്ടും ഐശ്വര്യവാനാണ്, ഒന്നിൻ്റെയും ആവശ്യമില്ലാത്തവനാണ്. മറിച്ച് എല്ലാം അല്ലാഹുവിലേക്ക് ആശ്രയിക്കുന്നവരാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഒന്നിലേക്കും ആവശ്യമില്ല. അവൻ മുഹ്താജ് അല്ല. പിന്നെ എന്തിന് ഈ അമ്പിയാക്കന്മാർ മുഖേന പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ മാനവ സമൂഹത്തിന് നൽകിയെന്ന് ചോദിച്ചാൽ അത് മാനവ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്, മാനവ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ആരംഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അത് കാണിച്ചു. വലഖദ് കറംനാ ബനി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളെ നമ്മൾ ആദരിച്ചിട്ടുണ്ട്, നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ആദം നബി അലൈഹിസ്സലാമിനെ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ മലായികത്തിനോട് അല്ലാഹു തആല പറഞ്ഞു, ഇബാദുൻ മുക്രമൂൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, ഒരു തെറ്റും ചെയ്യാത്ത, കൽപ്പിച്ച കാര്യങ്ങൾ യഥാക്രമം നിർവഹിക്കുന്ന ആദരണീയരായ ദാസന്മാരായ മലായികത്ത്. അവരെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയും നമുക്ക് സുന്നത്ത. ആ മലായികത്തിനോട് അല്ലാഹു പറഞ്ഞു, ഫഇദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ, ഞാൻ ആദമിനെ സൃഷ്ടിച്ചാൽ നിങ്ങൾ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണമെന്ന്. ഇത് ആദം നബി അലൈഹിസ്സലാമിനെയും മാനവ സമൂഹത്തിനെയും അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു രേഖയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള പരിശുദ്ധരും ഏറ്റവും ഉയർന്നവരുമായ മലായികത്ത്, മലായികത്തിനെ ആദം നബി അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടി പോലും സുജൂദിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് തന്നെ, അല്ലെങ്കിൽ തുടക്കം തന്നെ കുറിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അതിലൂടെ നേട്ടമുണ്ടാക്കാനല്ല, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് പുരോഗതി പ്രാപിക്കാനല്ല, മറിച്ച് മാനവ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. ഈ തത്വം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഔലിയാക്കൾ. അവർ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തകരായതുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന മാനിച്ചു ജീവിക്കുന്നവരായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നൂറ് എന്ന് വിശേഷിപ്പിച്ച വിജ്ഞാനം അവർക്ക് കരസ്ഥപ്പെടുത്തുന്നത് കൊണ്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഉയർന്ന പദവി, വലിയ സ്ഥാനം നൽകുകയാണ്. അതാണ് ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത്. അത് കാണുമ്പോ ചില ആളുകൾക്ക് അസൂയ. അത് ഏത് കാലത്തും ഉണ്ട്. കുണ്ടൂർ ഉസ്താദിനെ സംബന്ധിച്ച് മാത്രമല്ല, എ.പി. ഉസ്താദിനെ സംബന്ധിച്ച് മാത്രമല്ല, ഉള്ളാടൻ തങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, ഈ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമ്പോൾ, അതിൻ്റെ പുരോഗതി അവർ കൈവരിക്കുമ്പോൾ
അസൂയ എന്നത് ഒരു സ്വാഭാവികമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇപ്പോ കൊണ്ടൂർ ഉസ്താദിന്റെ ആണ്ട് ഇവിടെ വളരെ ശക്തമത്തായ രീതിയിൽ അൽഹംദുലില്ലാ എല്ലാ മുഅ്മിനീങ്ങളും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഒരുമിച്ചുകൂടി ഇപ്പം നടത്തിയിട്ട് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ, അല്ലെ? കുറഞ്ഞ ദിവസമായിട്ടേ ഉള്ളൂ. എത്ര വലിയൊരു പരിപാടിയാണ്. ഇപ്പൊ രണ്ടാമത് അതേ മുറ്റത്ത് തന്നെ വലിയ സയ്യിദന്മാരും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും നല്ലവരായ മസ്താൽമാരും എല്ലാം അവന്റെ ഇഷ്ടദാസന്മാരും ഒരുമിച്ചുകൂടി ഈ പരിപാടി ഇവിടെ നടക്കുന്നത്, ഇത്ര വലിയൊരു പരിപാടി ഇവിടെ നടക്കുന്നത് കൊണ്ടൂർ ഉസ്താദിന്റെ കറാമത്ത് തന്നെയാണ്. ഈ സംശയമൊന്നും കാര്യത്തിലില്ല. ഇത് കാണുമ്പോ സാധുക്കളായ ചില ആളുകൾക്ക് പ്രയാസം തോന്നുകയാണ്, അസൂയ തോന്നുകയാണ്. അസ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി നിയോഗിക്കപ്പെട്ടു. റബീഉൽ അവ്വൽ മാസത്തിൽ ലോകം മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ പവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും തീരാത്ത പവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പ്രവാചകനായി നിശ്ചയിക്കപ്പെട്ട സമയത്ത് അവിടുത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു. അത് ഇസ്ലാമിൽ പെട്ട ആളല്ല. ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾക്ക് അസൂയ. അങ്ങനെ ഒരു നബി വരികയാണെങ്കിൽ, അങ്ങനെ ഒരു പ്രവാചകനെ അള്ളാഹു നിശ്ചയിക്കുകയാണെങ്കിൽ അത് നമ്മളെ മക്കളിലല്ലേ വേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യതീമായി വളർന്ന് ഒരു മിസ്കീനായി ജീവിച്ച ഒരു സമ്പന്നനല്ലാത്ത മുഹമ്മദിനാണോ ഈ പ്രവാചകത്വ പദവി കൊടുക്കുക? അത് നമ്മൾ ഇത്രയും പ്രഗത്ഭന്മാരും പണക്കാരും ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മളെ മക്കൾക്കല്ലേ ലഭിക്കേണ്ടത്? ശത്രുക്കളുടെ അസൂയയാണത്. യാതൊരു മരുന്നും അതിനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിഅമത്ത് അത് അവൻ തഖ്സീം ചെയ്തപ്പോൾ, അവൻ അത് വിതരണം ചെയ്തപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു തആല ഇത് നൽകി. ഇതിൽ അസൂയ വെക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആലാന്റെ തഖ്സീം, അല്ലാഹു തആലാന്റെ വിതരണം, അല്ലാഹു തആലാന്റെ വിഭജനം ശരിയായിട്ടില്ല എന്നല്ലേ പറയുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലും ഉണ്ടായ ഒരു അനുഭവമാണ്. നമുക്കതിൽ വലിയ പുതുമയൊന്നും ഇല്ല. നല്ലവരായ ആളുകളെ നേരെ അസൂയ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ അസൂയ കൊണ്ട് അതിന്റെ തിക്തഫലം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എല്ലാവരും ചിന്തിക്കണം. അൽ ഹസദു യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറുൽ ഹതമ. മനുഷ്യന്മാരെ, അസൂയ ഉണ്ടായാൽ നിങ്ങൾ ചെയ്ത അമലുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അസൂയ വെക്കപ്പെട്ടവനല്ല അതിന്റെ പ്രശ്നം. അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം അസൂയ വെക്കുന്നവർക്ക് നിങ്ങളെ അമല് പൊളിഞ്ഞു പോകും. ഒരൊറ്റ അസൂയ കൊണ്ട് ഇത്രയും കാലം ചെയ്ത അമല് അങ്ങനെ പൊളിഞ്ഞു പോകും. സംശയമുള്ളവരുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഉദാഹരണത്തിലൂടെ ആ സംശയം തീർത്തു കൊടുത്തു. നിങ്ങൾ കാണില്ലേ, ടണ്ണ് കണക്കിൽ വിറക് ഒരു സ്ഥലത്ത് ശേഖരിച്ചാൽ ഒരുപക്ഷേ തേക്കിന്റെ വിറക് തന്നെ ആയിരിക്കാം. ശകലം തീ അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്താൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ ചാമ്പലായി പോകുന്നത്. അതിന് വല്ല പ്രയാസവുമുണ്ടോ തടസ്സവുമുണ്ടോ? വ്യക്തമായ ഉദാഹരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. ഇത് നമ്മൾ ചിന്തിക്കുന്നത് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആളുകൾക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ് ഈ കറാമത്ത് എന്ന് പറയുന്നത്. അത് വലിയ വലിയ ആളുകളാകുമ്പോ കറാമത്ത് ചെറിയ സൂക്കേട് മാറുന്നതിൽ മാത്രമല്ല, ചെറിയ ചെറിയ വിഷയത്തിൽ മാത്രമല്ല, അത് ദീനിന്റെ വളർച്ചയിലായിരിക്കും കൂടുതലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് നോക്ക് നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം നോക്ക്.
ഒറ്റക്കാരെ ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെ ധാരാളം റാസികന്മാരുണ്ട്, അവർ പ്രസംഗം തുടങ്ങുകയാണ്. ഇന്ന് ലോകത്ത് എത്രയോ നേതാക്കളില്ലേ, പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലമാണ് ഇവിടെ പ്രവാചകനായി ഉണ്ടായത്. അതിന് മുമ്പത്തെ ചരിത്രവുമുണ്ട്, ശേഷത്തെ ചരിത്രവുമുണ്ട്. അതിരിക്കട്ടെ, ഞാനിപ്പോൾ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിച്ചു 40 വയസ്സ് പൂർണ്ണമായപ്പോൾ. നുബുവത്ത് ലഭിച്ചത് മുതൽ അല്ലാഹുവിന്റെ റസൂൽ 63 വയസ്സ് പൂർണ്ണമായപ്പോൾ വഫാത്തായി. ഈ 23 വർഷക്കാലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അംഗീകാരങ്ങൾ പരിപൂർണമായി ഒന്നുപോലും വിട്ടുപോകാതെ 23 കൊല്ലം ഒരാൾ സംസാരിച്ചത്, പറഞ്ഞത്, പ്രവർത്തിച്ചത്, അംഗീകരിച്ചത് ഒന്നുപോലും വിട്ടുപോകാതെ മുഴുവനും ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു നേതാവ് അല്ലാഹുവിന്റെ റസൂലല്ലാതെ ലോകത്ത് ആരാണുള്ളത്? നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഇന്ത്യക്ക് നേതാക്കളില്ലേ? ലോകത്തിൽ നേതാക്കളില്ലേ? ഇവരുടെ ഈ രീതിയിൽ മുഴുവൻ വാക്കുകളും പ്രവർത്തനങ്ങളും ഒപ്പിയെടുത്ത ഏത് ഗ്രന്ഥമാണ് ഈ ലോകത്തുള്ളത്? ഇന്ന് ഉപകരണങ്ങൾ ധാരാളം ഉണ്ടായി. കമ്പ്യൂട്ടർ യുഗം. ഒരു ഉപകരണവും ഇല്ലാത്ത കാലഘട്ടം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക് നുബുവത്ത് ലഭിച്ചത് മുതൽ 23 കൊല്ലക്കാലം ആരംഭ സുലാഹി എന്തെല്ലാം ഉരുവിട്ടിട്ടുണ്ടോ, എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, മുഴുവനും ഒപ്പിയെടുത്ത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലാക്കി. ഇത് അല്ലാഹുവിന്റെ റസൂലല്ലാതെ വേറെ ഒരാളിൽ കാണാൻ കഴിയുമോ? നിങ്ങൾ ചിന്തിച്ചോ. നമ്മളിപ്പോൾ അത് കണ്ട് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? എൻ്റെ ജീവിതം അങ്ങനെ ഒപ്പിയെടുക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് എന്താ ആവശ്യമോ? എത്രത്തോളം എന്നറിയോ നിങ്ങൾ? റസൂലുള്ളാഹിന്റെ വീട്ടുകാരെ സൽക്കരിച്ചു. അവിടെ ചെന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് അവൾ കയറി ചെന്നപ്പോൾ റസൂലുള്ളാഹിക്ക് മൂത്രമൊഴിക്കാറുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ അവിടെ വീട്ടിൽ നിന്ന് അല്പം അകലെ ചെന്നുകൊണ്ട് ഒരു സ്ഥലം അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്ത് അവിടെ പോയി മൂത്രമൊഴിച്ചു. ഇത് ബുഖാരിന്റെ ഹദീസാണിത്. ഈ രീതിയിൽ ചെറുതും വലുതുമായ, പരിഗണിക്കുന്നതും പരിഗണിക്കാത്തതുമായ മുഴുവൻ സംഭവങ്ങളും എഴുതി റെക്കോർഡ് ചെയ്ത ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ലോകത്തുണ്ടോ? നിങ്ങൾ പരിശോധിച്ചതോ? അമ്പിയാക്കന്മാരുണ്ടോ? ആരംഭ റസൂലുള്ളാഹിന്റെ പവറാണത്. അനുയായികളുടെ പ്രയത്നങ്ങളാണ്, അനുയായികളുടെ പ്രവർത്തനങ്ങളാണ്. നമ്മൾ അതിൽ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സംഭവങ്ങൾ കൃത്യമായി പൂർണ്ണമായി ഇന്നിപ്പോ ചൊവ്വാഴ്ചയല്ലേ, ഈ ദിവസത്തിൽ പോലും ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളിൽ വെച്ച് ലക്ഷക്കണക്കിൽ ഗുരുനാഥന്മാര്, കോടിക്കണക്കിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രം ഈ ഒപ്പിയെടുത്ത ഹദീസുകൾ എന്നാണ് ഈ പറയാ. ഇന്ന് ചൊവ്വാഴ്ച ഈ സമയം വരെ, ഈ മഗ്‌രിബിന്റെ ടൈം വരെ, അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്ഥാപനങ്ങളുണ്ട് ഇവിടെ? ആ സ്ഥാപനങ്ങളൊക്കെ എത്ര ഗുരുനാഥന്മാരുണ്ട്? ആ ഗുരുനാഥന്മാർ കോടിക്കണക്കിൽ വിദ്യാർത്ഥികൾക്ക് ആ പ്രവാചകന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്ത് ക്ലാസ് എടുത്തു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ലോകത്ത് ഏത് നേതാവുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ? മഹാത്മാഗാന്ധിജി ഇന്ത്യന്റെ വലിയ നേതാവ് തന്നെയാണ്, സംശയം അക്കാര്യത്തിലൊന്നുമില്ല. വലിയ ഭൗതിക നേതാവാ. അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി ഒപ്പിയെടുത്ത ഗ്രന്ഥമേതാ? അത് ഈ രൂപത്തിൽ കൃത്യമായി ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളിൽ ഗുരുനാഥന്മാർ പഠിപ്പിക്കുന്ന എവിടെയാ? അല്ലാഹുവിന്റെ റസൂലിലല്ലാതെ അത് കാണാൻ കഴിയില്ല. ഇന്നും നിങ്ങൾ ചിന്തിച്ചോ, മർക്കസ് സഖാഫത്ത് സുന്നിയിൽ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് AP ഉസ്താദ് 1000-ഓളം വരുന്ന വലിയ പണ്ഡിതന്മാർക്ക് ബുഖാരി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു.
നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 1000-ഓളം വരുന്ന വലിയ ആലിമുകൾക്ക് AP ഉസ്താദ് ബുഖാരി ക്ലാസ് എടുക്കുന്നു. ഇന്ന് അടുക്കം എത്ര ദിവസങ്ങളായി, വർഷങ്ങളായി. ചാലിയത്ത് നമ്മുടെ ബഹർ ഉസ്താദ് ധാരാളം വിദ്യാർത്ഥികൾക്ക് ബുഖാരി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, സ്വഹീഹ് മുസ്ലിം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, മിശ്കാത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉസ്താദന്മാർ മുഴുവനും ഓരോ ദർസുകൾ റിയാദു സ്വാലിഹീൻ അടക്കം എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും. അള്ളാഹുവിന്റെ റസൂലിന്റെ പവറല്ലേ നിങ്ങൾ ചിന്തിച്ചോ? ലോകത്ത് ആർക്കുണ്ട് ഈ പവർ? ഏത് നേതാവിന് കാണാൻ കഴിയും? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാ. വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ദീനിന്റെ പ്രബോധകർക്ക്, ദീനിന്റെ പ്രവർത്തകർക്ക്, ദീനിന്റെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പവറാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ, അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമല്ല, ഞാൻ പറയുന്നുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹ്ദു ഫളല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഉണ്ടൂർ ഉസ്താദ് ഒന്നും വേണ്ട, ഒക്കെ നിങ്ങൾ മാറ്റി വെച്ച്. ഇത്ര വലിയൊരു സ്നേഹത്തോടെ മുഹിബ്ബീങ്ങളാണ് ഈ കൂടുന്നതൊക്കെ. ഇവിടുത്തെ ആണ്ടിനെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വലിയ പണക്കാരനായത് കൊണ്ടാണോ? അദ്ദേഹത്തെക്കാൾ വലിയ പണക്കാർ ഇവിടെയും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ എത്രയുണ്ട്. അദ്ദേഹം വലിയൊരു പ്രാസംഗികനായത് കൊണ്ടാണോ എത്ര ഭാഷന്മാർ ഈ ലോകത്ത് കഴിഞ്ഞുപോയി? അയാളുടെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ദീനിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അല്ലാഹു അംഗീകരിച്ചു എന്നതിന്റെ വ്യക്തമായ രേഖയല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ? ഇത്രയും നല്ല സ്വാലിഹീങ്ങൾ, തലപ്പാവുള്ള മുതഅല്ലിമീങ്ങളും ഉസ്താദന്മാരും മുദരിസന്മാരും പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും ഈ ഒരുമിച്ചുകൂടി ആ ബഹുമാന പ്രകടം അദ്ദേഹത്തിന്റെ ഒരു അംഗീകാരമല്ലേ? നിങ്ങൾ ചിന്തിച്ചോ. എന്തുകൊണ്ട് ദീനീ രംഗത്ത് വലിയ പ്രവർത്തനം ആരും കാണാത്ത. ഇപ്പം മെനയാന്നിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു ദിവസം അയാൾ ഇവിടെ ഉസ്താദിനടുത്ത് വന്നപ്പോൾ പറഞ്ഞ പോലെ, ഞാൻ 40 വയസ്സന്മാർക്ക് ഇറച്ചും പൊറാട്ടയും മാറിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, അതിന് ഏർപ്പാട് ചെയ്യാണ്. ആരായി വയസ്സന്മാരെ പരിഗണിക്കാറില്ല? തീരുമാനം ധാരാളമുണ്ട്. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, കല്യാണത്തിന് വിളിച്ചാൽ ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിൽ സഹായിക്കുന്നവരുണ്ട്. മൂപ്പരെ കണ്ടു നോക്ക് നിങ്ങൾ. ഞാൻ 40 വയസ്സന്മാർക്ക് ഇറച്ചും പൊറാട്ടയും, വയസ്സായ മനുഷ്യന്മാർക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാകും, പലപ്പോഴും കിട്ടാൻ പ്രയാസപ്പെടും. തന്നെയല്ല ഇറച്ചിയൊന്നും ചിലപ്പോൾ വീട്ടിൽ നിന്ന് കൊടുത്തു വരും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മൂപ്പരെ കണ്ടു നോക്കി നിങ്ങൾ. മൂപ്പരെ ചിന്ത അങ്ങനെയാ. 40 വയസ്സന്മാർക്ക് ഇറച്ചും പൊറാട്ടയും മാറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് തുടങ്ങുകയാണ്. ഒരാളപ്പം തന്നെ വന്നു അയാൾക്ക് കൊടുത്തു. ഈ രൂപത്തിൽ പള്ളിയാണെങ്കിലും പെൺകുട്ടികളെ കെട്ടിക്കുന്നതിലാണെങ്കിലും വളരെ വിനയത്തോടെ ഇതെല്ലാം ചെയ്ത ഒരു മഹാൻ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാൻ, എന്തെങ്കിലും ഒരു ജാടയോ എന്തെങ്കിലും ഒരു പവറോ എന്തെങ്കിലും പ്രത്യേകമായ ഒരു കിബറിന്റെ ഭാഗങ്ങളോ ഇല്ല. വളരെ വിനയത്തോടെ ഒരു സ്ഥലത്ത് ഒരു പായയിൽ ഒരു മണ്ണിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് വളരെ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിച്ച വലിയൊരു മഹാൻ. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ദീനിയായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ആയുസ് മുഴുവനും അല്ലാഹു തആലയുടെ ദീനിന് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഇതിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ വിനയത്തിന്റെ ഭാഷയെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. വെറുതെ അസൂയപ്പെടുകയല്ല, നമ്മൾ അതിന് പാഠം ഉൾക്കൊള്ളണം. ദീനിന് വേണ്ടി പ്രവർത്തിച്ചാൽ അത് ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലത്തെ പവർ നൽകും. നമ്മളും ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായാൽ അല്ലാഹു നമുക്കും നൽകും എന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം ദീനിന്റെ പ്രവർത്തകന്മാരാവുകയാണ് വേണ്ടത്. മറിച്ച് അത്തരം ആളുകളെ ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ നമ്മൾ തയ്യാറാകരുത് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാ. AP ഉസ്താദൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എത്ര വലുതാ. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ശിഷ്യനാണ്, എന്നേക്കാൾ വലിയ ശിഷ്യന്മാർ എത്ര ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ചെറിയ ശിഷ്യനാണ്. ഫത്ഹുൽ മുഈന് പകുതി മുതൽ അവിടെ അങ്ങോട്ട് 7 കൊല്ലം ഞാൻ കാന്തപുരം AP ഉസ്താദിന്റെ അടുത്താണ് ഓതിയിട്ടുള്ളത്. അവിടെ നിന്ന് നേരിട്ട് വെല്ലൂർ പോയതാ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ AP ഉസ്താദ് അന്ന് ഒരു മുദരിസ് മാത്രമേ ഉള്ളൂ. രാത്രി വയതിന് പോകും, പകൽ സമയം ദർസും നടത്തും. അങ്ങനത്തെ ഒരു മുദരിസ.
എന്നാലും അന്ന് മുതൽക്ക് തന്നെ ഇതുപോലത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുന്നതിൽ, ഞാൻ ആ വിഷയമൊന്നും ഇപ്പോൾ ഇവിടെ പറഞ്ഞ് സമയം നീട്ടുകയില്ല, ഇവിടെ സമയം പരിമിതമാണ്, ഇതൊന്നും പറയാൻ സമയമല്ല, ധാരാളം ആളുകൾ പ്രസംഗിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാരെ കൂട്ടിക്കൊണ്ടുവന്ന്, ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ കൂട്ടിക്കൊണ്ടുവന്ന്, അന്ന് പൂരൂരിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. മുജാഹിദുകൾക്ക് വലിയ വളക്കൂറും വളർച്ചയും ഉണ്ടാകേണ്ട സ്ഥലമാണത്, അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. വലിയ പണക്കാർ അവിടെ മുജാഹിദുകളാ, പൂരൂരിലെ വലിയ പണക്കാർ മുജാഹിദുകളാണ്. പക്ഷേ എ പി ഉസ്താദ് അന്ന് ചെറുതാണെങ്കിലും മഹാന്മാരായ ആലിമീങ്ങളെ വാണിയമ്പലം റഹ്സാൽ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആമയൂർ ഉൾപ്പെടെയുള്ള മഹാന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ക്ലാസ്സുകളും വയലുകളും നിരന്തരമായി നടത്തി. പൂനൂര് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മുജാഹിദ് വിരലെണ്ണൽ മാത്രമേ ഉള്ളൂ, സുന്നത്ത് ജമാഅത്തിന്റെ നാടാണത്. അന്ന് മുതൽക്ക് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കുന്നു, ഒരു വെല്ലുവിളിയല്ല, ആരെയും വേദനിപ്പിക്കാനുമല്ല. അദ്ദേഹം ഇന്ന് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ചെയ്തതുപോലെ പ്രവർത്തനങ്ങൾ, പുരോഗതികൾ ചെയ്ത ആരുണ്ട് ഇവിടെ? നിങ്ങൾ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്കുക, ആരോടും പറയണ്ട, സ്വന്തം മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്ക. കാന്തപുരം ഉസ്താദ് ചെയ്തതുപോലത്തെ പ്രവർത്തനങ്ങള് ഈ കേരളത്തില് അതിന്റെ പകുതി ഭാഗം ചെയ്ത ആരുണ്ട് ഇവിടെ? ഇപ്പോ കാന്തപുരം ഉസ്താദിനെ ചീത്ത പറയുന്ന ഒരുപാട് പ്രസംഗിമാരുണ്ടായിരിക്കാം, ആക്ഷേപിക്കുന്നവരുണ്ടായിരിക്കാം. അതേ സമയത്ത് നമ്മളൊന്ന് വിലയിരുത്തണം, സ്വന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കണം. കുണ്ടൂർ ഉസ്താദിനെ ആക്ഷേപിക്കുന്നവരുണ്ട്, ഉള്ളാൽ തങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാളും അറിയണ്ട, ഒരാളും കേൾക്കണ്ട. കാന്തപുരം ഉസ്താദും കുണ്ടൂർ ഉസ്താദും ഒക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ളതൊന്നും തട്ടിച്ചു നോക്കാം. നിങ്ങൾ എത്ര ചെയ്തു ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ? ഇന്ന് കാന്തപുരം ഉസ്താദ് 2000-ലധികം പള്ളികൾ ഇപ്പം നിർമ്മിച്ചു കഴിഞ്ഞു. ഇപ്പം വലിയ പ്രശ്നം എന്താ ചോദിച്ചാൽ 40 കോടിന്റെ പള്ളി തുടങ്ങുന്നു എന്നുള്ളതാ. പള്ളിയല്ലേ തുടങ്ങുന്നത്? അമ്പലാണോ? സിനിമ ഹാളാണോ? ചാനലാണോ? ഒക്കെ വഹാബിലൊക്കെ ഉണ്ട് ഇവിടെ, അഹ്സനൊക്കെ 130 കോടിന്റെ ചാനലാണോ ആരോ തുടങ്ങുന്നത്? അല്ലാഹു അലൈഹിയെ പറ്റൊന്നും അറിയില്ല. അദ്ദേഹം തുടങ്ങുന്നത് എന്താ? എന്തിന് ഈ എതിർപ്പ്? നിങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അദ്ദേഹം ഇവിടെ ചെയ്തതെന്താ? 2000 പള്ളി. ഈ പള്ളിന്റെ സ്ഥിതി എന്താ? ഈ 2000 പള്ളിയിൽ എത്ര മനുഷ്യന്മാർ നിസ്കരിക്കും? എത്ര വർഷം ആ പള്ളി ഇവിടെ നിലനിൽക്കും? എത്ര മനുഷ്യന്മാരെ സുജൂദ് അവിടെ ഉണ്ടാകും? അഖറബുമായ അല്ലാഹു റസൂൽ പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് സാമീപ്യം ലഭിക്കാൻ ഏറ്റവും ഉപരിക്കുന്ന സുജൂദാണ്. എത്ര സുജൂദ് ഈ 2000 പള്ളിയിൽ ഉണ്ടാകും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? എത്ര വയസ്സന്മാർക്ക് അവിടെ കയറുന്ന സ്വലാത്തെല്ലാണ്ട സൗകര്യങ്ങളുണ്ട്? എത്ര സാധുക്കൾക്ക് അവിടെ കയറുന്ന ഖുർആൻ ഓതാനുള്ള അവസരങ്ങളുണ്ട്? ഈ അവസരങ്ങൾ സൃഷ്ടിച്ചൊരു വ്യക്തി അതേയാളെ കുറ്റം പറയുന്ന പ്രാസയന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പള്ളി നിർമ്മിച്ചു? എത്ര മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറ്റിയ ഭവനം ഈ ലോകത്ത് നിങ്ങൾ ഉണ്ടാക്കി? അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കുന്നവരുണ്ടാക്കി? എന്തിന്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഒരു അനുഗ്രഹമല്ലേ ഇതൊക്കെ. എ പി ഉസ്താദിന്റെ സ്വന്തം പൗരാന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പടച്ച തമ്പുരാൻ കൊടുക്കുന്ന ഇലാഹിയായ ഖുദ്റത്താണ്. ഈ ഇലാഹിയായ ഖുദ്റത്ത് ലഭിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ അത് മുഴുവനും ഈ ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോ അനുകൂലിക്കാനും സഹായിക്കാനും പറ്റുന്നില്ലെങ്കിൽ ചുമ്മാ വെറുതെ മാറി നിന്നുകൂടെ പ്രിയപ്പെട്ട കൂട്ടര്? അയാൾ പ്രവർത്തിക്കട്ടെ, ആരെങ്കിലും സുജൂദ് ചെയ്യട്ടെ, ആരെങ്കിലും അടക്കരി നിസ്കരിക്കട്ടെ. 10 ആൾ നിസ്കരിച്ചാൽ അത്രയായില്ലേ? നിങ്ങൾ ചിന്തിച്ചു, ഈ രൂപത്തിൽ ഒരു പള്ളി മാത്രമല്ലല്ലോ അദ്ദേഹം പ്രവർത്തിച്ചത്. മർക്കസ് സഖാഫത്ത് സുന്നിയ മുതൽ എത്ര സ്ഥാപനങ്ങൾ കേരള സംസ്ഥാനത്ത് മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും. അതൊക്കെ ഇവർ പറയും കണക്കല്ലേ, നിങ്ങൾ കേട്ടത് വെറുതെ ആവർത്തിക്കേണ്ടല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതൊരു മറുപടി പ്രസംഗം നിങ്ങൾ നടത്താനോ അല്ലെങ്കിൽ ഇതിന് കണ്ട പ്രസംഗം നടത്താനോ ഒന്നും പറയുന്നതല്ല. സ്വമേധയാ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, അദ്ദേഹം ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്താ? ഇപ്പൊ പഴയ അഫ്കാർ ആരോന്ന് കൊണ്ടെത്തണം. ഇന്ത്യയിൽ സെപ്റ്റംബറിലുള്ളതാ.
വിലയിലേറെ കാണാൻ ഇന്ത്യയിലുണ്ട്, ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് അവരെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മാനേജർ പെടുങ്ങോട് അബൂക്കർ സാഹിബ് എഴുതിയ ലേഖന. ആ ലേഖനത്തിലുണ്ട് കാന്തപുരം AP, കാന്തപുരം എന്നാ പറഞ്ഞത്, ഞാൻ കൂട്ടുകയാണ് കാന്തപുരം AP ഉസ്താദ്, 44 കോടി രൂപ കേന്ദ്ര സർക്കാരിനോട് വാങ്ങി കാരുണ്യ പ്രവർത്തനത്തിലും വിദ്യാഭ്യാസ പ്രവർത്തനത്തിലും വിനിയോഗിച്ചു. ആൾ എഴുതിയതാണ്. എത്ര? 44 കോടി രൂപ. നിങ്ങൾ ചിന്തിച്ചോക്ക്, അത് ശരിയോ തെറ്റോ എനിക്കറിയില്ല, ഞാനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. പക്ഷെ അവരെഴുതി 44 കോടി രൂപ കേന്ദ്ര സർക്കാരിന് വാങ്ങി കാരുണ്യ പ്രവർത്തനത്തിൻ്റെയും വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെയും പേരിൽ. നിങ്ങൾ ചിന്തിച്ചോക്ക്, എന്താണ് കഴിവ്? കേരളത്തിൽ ഉമ്മൻചാണ്ടിനോടല്ല, ഉമ്മൻചാണ്ടി ആയിക്ക് പരിചയമുള്ള ആളായിരിക്കും, അത് വേറെ വിഷയമാണ്. കേന്ദ്ര സർക്കാരിനോട് 44 കോടി വാങ്ങൽ AP ഉസ്താദിന് ആരാ? ഇന്ത്യൻ്റെ പ്രസിഡന്റോ? എന്താണ് ഈ എഴുതുന്നത്? ഇത് എഴുതിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, അമൃതാറില്ല. പക്ഷെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതൊന്ന് ചിന്തിച്ച് നോക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒരു 44 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വിദ്യാഭ്യാസത്തിൻ്റെയും കാരുണ്യ പ്രവർത്തനത്തിൻ്റെയും പേരിൽ വാങ്ങാൻ അയാൾക്ക് കഴിഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന മൻമോഹൻ സിംഗും ഭരണാധികാരികളുമല്ലേ, അവർ നോക്കൂലേ ഈ കാശ് ഇയാളെ കയ്യിൽ കൊടുക്കാൻ പറ്റൂലേ? അവരാരാ? ഒരു പോയത്തക്കാരാ? അപ്പൊ ഒരു 44 കോടി രൂപ എൻ്റെ കയ്യിലുണ്ട്. അഫ്കാറ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇറങ്ങിയതാണ്, എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, നല്ലോണം സൂക്ഷിച്ചിട്ടുണ്ട് അഫ്കാറ്. അതെനിക്ക് വേണ്ടെങ്കിലും കൊണ്ടുപോയിക്കോളി അറിഞ്ഞു ഞാൻ. പിന്നെ ഇത് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ അവിടെ വെച്ച് എൻ്റെ വരയിലുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണ്ടെങ്കിലും നാളെ വന്നാൽ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഈ മൻമോഹൻ സിംഗ് അടക്കമുള്ള അവിടുത്തെ വലിയ വലിയ മന്ത്രിമാർ, അല്ലെങ്കിൽ ആ വകുപ്പ് ഏറെ ചെയ്യുന്ന മന്ത്രി ആരാണോ എനിക്കറിയില്ല, 44 കോടി രൂപ ഈ വിഷയത്തിൽ AP ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കെങ്കിൽ അവരെ കാഴ്ചപ്പാടിൽ AP ഉസ്താദ് ആരാ? AP ഉസ്താദ് ഒരു കോൺഗ്രസ് എന്നല്ല, AP ഉസ്താദ് ഒരു ഭരണാധികാരിയല്ല, അയാൾ ഒരു മന്ത്രിയല്ല, അയാൾ അങ്ങനത്തെ വകുപ്പൊന്നും കൈകാര്യം ചെയ്തിട്ടില്ല. അയാൾ വല്ലപ്പോഴും ഡൽഹിയിലേക്ക് സ്ഥാപനമുണ്ട്, അതുകൊണ്ട് ആ സ്ഥാപനം കാണാനും അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒന്നും പോകുന്നല്ലേ ഉള്ളൂ. ഈ വ്യക്തിക്ക് ഇത്രയും വലിയ കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലാഹിയായ തൗഫീഖല്ലേ അത്. അയാൾക്ക് കോൺഗ്രസിൻ്റെ ഒരു മെമ്പർഷിപ്പ് പോലും ഉണ്ടാവില്ല. പലവരും പറഞ്ഞ അയാൾ മാർക്കിസ്റ്റുകാരനായിരുന്നു, കുറേ കാലം BJPക്കാരനാന്ന് പറഞ്ഞു, ഇപ്പം ലീഗുകാരനാന്ന് പറയുന്നു. എന്തോ പറഞ്ഞോട്ടെ, നമുക്ക് ഈ വിഷയമൊന്നുമല്ല. പക്ഷെ അയാളെ കഴിവാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹു കൊടുത്തൊരു കഴിവ്. റഹ്മാനായ റബ്ബ് ഈ കേന്ദ്ര സർക്കാർ ഇത്രേ കൊടുത്തത് 44 കോടി. ഇബ്രാഹിം സാഹിബ് ആകെ 5 കോടിയാണ് കൊടുത്തത്. കേന്ദ്ര സർക്കാർ 44 കോടി എന്നാണ് അതിലുള്ളത്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ മാനേജർ എഴുതിയതാണ്. ഒരാൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ പോയത്തൊന്നുമല്ല, വളരെ കണക്കൊക്കെ നോക്കിയിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാകുക, എനിക്കറിയില്ല, അങ്ങനെ ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഇത്രയും വലിയൊരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ ആരാണ് ഇവിടെയുള്ളത്?